കുടിശ്ശിയായി എടുക്കണ്ട. എന്നാൽ ഇന്നാണ് ഈ ഓർഡർ വന്നുകൊണ്ട് 2 ക്വാർട്ടറും എന്താണ് കുടിശ്ശിക. നമുക്ക് അതിനൊരു ഒരു എക്സാമ്പിൾ നോക്കാം, ഒരു കേസ് സ്റ്റഡി നോക്കാം. 31/12 ഒരു വണ്ടിക്ക് 30,000 രൂപയാണ് ടാക്സ് കുടിശ്ശിക. സ്റ്റേജ് ചെയ്ത ടാക്സ് 30,000 രൂപ. 31/12. ഇനി ഈ ക്വാർട്ടറിന്റെ ടാക്സ് 30,000. ഇന്ന് ഉത്തരവ് കൊണ്ടുവരും. അപ്പൊ ടാക്സിന്റെ എമൗണ്ട് നിങ്ങൾക്ക് അറിയാം, 30,000 പ്ലസ് 30,000. ഇയാൾക്ക് ആ 5 ഇൻസ്റ്റാൾമെന്റ് ആണ് അറിയിച്ചിരിക്കുന്നത്. 5 ഇൻസ്റ്റാൾമെന്റ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് 31/12/2023 നികുതി അടയ്ക്കേണ്ടത് എന്നാണ്. 1/10/2023 മുതൽ 1/10/2023 മുതൽ 14/11/2023 വരെയാണ് നികുതി അടയ്ക്കേണ്ടത്. 31/12 ക്വാർട്ടർ മാത്രം അടയ്ക്കുകയാണ്. 1/10 തൊട്ട് 14. അപ്പൊ അയാളുടെ ഗ്രേസ് പീരീഡ്, ആ ക്വാർട്ടറിലെ ഗ്രേസ് പീരീഡ് 14/11 തീരും. അത് അവിടെ വച്ചിരിക്കുക. എന്നിട്ട് ഇന്നാണ് ഇങ്ങനെ ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കാൻ പറഞ്ഞത് 15/3 അല്ലെങ്കിൽ 20/3 അടയ്ക്കണം. സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് 20/4. അപ്പൊ അയാളുടെ നമ്മൾ നോക്കുക, ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് 20/3, സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് 20/4, തേർഡ് ഇൻസ്റ്റാൾമെന്റ് 25, ഫോർത്ത് ഇൻസ്റ്റാൾമെന്റ് 26, ഫിഫ്ത് ഇൻസ്റ്റാൾമെന്റ് 27. അപ്പൊ അയാള് മോട്ടോർ വാഹന വകുപ്പിന്റെ നികുതി അടയ്ക്കുന്ന, അയാൾ 2 ക്വാർട്ടർ നികുതി അടച്ച് തീരുന്നത് 20/7/2024. അവിടെ ചിന്തിക്കേണ്ടത്, നമ്മുടെ വകുപ്പില് 1 രൂപയായാലും മൊത്തം എമൗണ്ട് ആയാലും അവസാനം എപ്പോഴാണോ കിട്ടുന്നത് അപ്പോഴേ അയാളുടെ ടാക്സ് പൂർണ്ണമാകും. അതുകൊണ്ട് അയാൾ നികുതി അടച്ച് തീരുന്നത് 27-നാണ്. 31/12/2023 31/3/2024 നികുതി അടച്ചു തീരുന്നത് 27. അപ്പൊ 27 വരെയുള്ള അഡിഷണൽ ടാക്സും ഇൻട്രസ്റ്റും ഉണ്ടെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യും. അതാണ് അതിന്റെ കാൽക്കുലേഷൻ. ഇനി നമുക്ക് നോക്കാം, ഇയാളെ ഗ്രേസ് പീരീഡ് 14/11 അല്ലേ. 14/11 കഴിഞ്ഞിട്ട് 27-നാണ് അടച്ചു തീരുന്നത്. 31/12/2023 അടയ്ക്കേണ്ട നികുതി അടയ്ക്കേണ്ട ഗ്രേസ് പീരീഡ് തീരുന്ന 14/11/23 ആ എമൗണ്ട് അടച്ചു തീരുന്നത് 27-ആണ്. അപ്പൊ 27 വരുമ്പോൾ 14/11 കഴിഞ്ഞിട്ട് 14/12, 14/1, 14/2, 14/3, 14/4, 14/5, 6 മാസമായി. 14/6, 14/7, 7 മാസം കഴിഞ്ഞ് 27-നാണ് അടയ്ക്കുന്നത്. അതുകൊണ്ട് 31/12/2023 അഡിഷണൽ ടാക്സ് 50%. കാരണം 6 മാസം കഴിഞ്ഞല്ലോ, ഗ്രേസ് പീരീഡ് കഴിഞ്ഞു. 14/11/23 ഗ്രേസ് പീരീഡ് കഴിഞ്ഞു. 6 മാസം കഴിഞ്ഞിട്ടാണ് നികുതി പൂർണ്ണമായി കിട്ടുന്നത്. അതുകൊണ്ട് ആദ്യത്തെ ക്വാർട്ടറിന്റെ അഡിഷണൽ ടാക്സ് 50%. അപ്പൊ 30,000 പ്ലസ് 50% അഡിഷണൽ ടാക്സ്, അതായത് 30,000 പ്ലസ് 15,000. ദെൻ ഇൻട്രസ്റ്റ് നോക്കാം. 14/11 കഴിഞ്ഞല്ലോ, ഗ്രേസ് പീരീഡ് 12, 1, 2, 3, 4, 5. 14/5 എന്ത് തീരുന്നു? 50%. ഇനി അയാൾ അടയ്ക്കുന്ന 27-ലാണ്. 14/5 കഴിഞ്ഞ് 14/6 വരെ 1%, 14/6 കഴിഞ്ഞ് 14/7 വരെ 2%, 14/7 മുതൽ 27-ലാണ് അടയ്ക്കുന്നത്. 14/7 കഴിഞ്ഞാൽ പിന്നെ വീണ്ടും 1%. അങ്ങനെ ആ 30,000 രൂപയുടെ 3%-മാണ് ഇൻട്രസ്റ്റ്. ഇതാണ് ഫസ്റ്റ് ക്വാർട്ടർ, അതായത് 31/12/2023 ടാക്സ് കുടിശ്ശിക. ടാക്സ് 30,000, 6 മാസം ഗ്രേസ് പീരീഡ് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് അടയ്ക്കുന്നുണ്ട് 50% ഇൻട്രസ്റ്റ് അഡിഷണൽ ടാക്സ്, പ്ലസ് അഡിഷണൽ ടാക്സ് തുടങ്ങി 3 മാസം കൂടി കഴിഞ്ഞു, അതുകൊണ്ട് 3% ഇൻട്രസ്റ്റ്. അഡിഷണൽ ടാക്സ് 50%-ആയി 3 മാസം കഴിഞ്ഞു. അല്ലെങ്കിൽ അഡിഷണൽ ടാക്സ് അടയ്ക്കുന്നത് ഗ്രേസ് പീരീഡ് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് വീണ്ടും 3 മാസം ആവുന്നുണ്ട്, അതുകൊണ്ട് 3%. ഇത്രയാണ് ആദ്യത്തെ ക്വാർട്ടറിന്റെ കുടിശ്ശിക. ഇനി സെക്കൻഡ് ക്വാർട്ടർ എടുക്കാം. അതെന്ന് പറഞ്ഞാൽ 31/3/2024. ആ 31/3/2024 അതിന്റെ ഗ്രേസ് പീരീഡ് തീരുന്ന 14/2. 14/2 കഴിഞ്ഞിട്ട് 14/3, 14/4, 14/5, 14/6, 14/7. അത് 5 മാസമേ ആകുന്നുള്ളൂ. 14/7 14/8, 5.25 മാസം, 6 മാസം ആയില്ല. 20-ാം തീയതി അടയ്ക്കണം. 20-ാം തീയതി അടയ്ക്കുന്നുണ്ട്, 6 മാസം ആയില്ല. അതായത് 3 മാസം കഴിയുകയും 6 മാസം ആകാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. 31/3/2024 ക്വാർട്ടറിന്റെ അഡിഷണൽ ടാക്സ് 25% ഉള്ളൂ. കാരണം ഗ്രേസ് പീരീഡ് കഴിഞ്ഞ് 6 മാസം ആവുന്നതിന് മുമ്പ് അയാൾ ടോട്ടൽ എമൗണ്ട് കിട്ടും ഇൻസ്റ്റാൾമെന്റ് വഴി. അതുകൊണ്ട് അത് എത്ര കിട്ടുന്നു? 25% മതി.
6 മാസം ആവാത്തതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പൊ ആദ്യം പറഞ്ഞു 30,000 ടാക്സ് പ്ലസ് 15,000 50%, അതായത് 45,000 പ്ലസ് 3%, 3,900 900 രൂപ. 90 രൂപ. എന്തായാലും ഇത്രയാണ് ആദ്യത്തെ ക്വാർട്ടർ അടിയത്. രണ്ടാമത്തെ ക്വാർട്ടർ എത്രയാണ്? 30,000 ടാക്സ് പ്ലസ് 25% അടിച്ചു. ഇത്രയും കൂട്ടിയിട്ട് ഇതിനെ തുല്യമായി ഡിവൈഡ് ചെയ്ത് 5 ഇൻസ്റ്റാൾമെന്റ് കൊടുക്കണം. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. കാരണം ഇത് ഇല്ലസ്ട്രേറ്റ് ചെയ്ത് പറയാൻ പറ്റത്തില്ല, ഞാൻ തിയറി ആയിട്ട് പറഞ്ഞു തരാനേ പറ്റും, അതുകൊണ്ടാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞല്ല, ഇപ്പോ പത്തനംതിട്ട ഓഫീസിൽ നിന്ന് തന്നെ ഒരു ഇൻസ്റ്റാൾമെന്റ് അടിച്ചു 31/3/2024 ഒരു ക്വാർട്ടർ ഇൻസ്റ്റാൾമെന്റ് അടിച്ചു. 3 ഇൻസ്റ്റാൾമെന്റ് അടച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ് ഈ 15 18 20 എന്തോ ആണ്. എങ്കിൽ എത്ര ശതമാനം അഡീഷണൽ ടാക്സ് എടുക്കും, എത്ര ശതമാനം ഇൻട്രസ്റ്റ് എടുക്കും നോക്ക്. 20/3 ഒരു ഇൻസ്റ്റാൾമെന്റ്, 20/4 സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ്, 20/5 തേർഡ് ഇൻസ്റ്റാൾമെന്റ്. 20/3 20/4 20/5. 20/5 ആണെങ്കിൽ നമുക്ക് എത്ര ശതമാനം അഡീഷണൽ ടാക്സ്, എത്ര ശതമാനം ഇൻട്രസ്റ്റ്? ഏത് ക്വാർട്ടറാണ്? 31/3/2024. ഗ്രേസ് പീരീഡ് എന്താണ്? 1/1/24 മുതൽ 14/2/24 വരെ അയാൾക്ക് ടാക്സ് അടയ്ക്കാൻ സമയം ഉണ്ടായിരുന്നു. അപ്പൊ ഗ്രേസ് പീരീഡ് തീർന്നത് 14/2. 14/2 കഴിഞ്ഞിട്ട് എത്ര മാസമായി? നമുക്ക് 20/5 മൊത്തം ഇൻസ്റ്റാൾമെന്റ് കിട്ടുന്നത്. 20/5. അപ്പൊ 14/2 തൊട്ട് 14/3 14/4 14/5 14/5 3 മാസം കഴിഞ്ഞു. ഗ്രേസ് പീരീഡ് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞു. ഇത് 20/5 കിട്ടുന്നത്. 14/5 ആയതുകൊണ്ട് 25% ആയി. കാരണം 14/5 3 മാസം കഴിഞ്ഞു, എന്നാൽ 6 മാസം ആയില്ല. 20/5 കിട്ടുന്നത്. എങ്കിൽ എത്ര മതി? 20%. അവൻ ബുദ്ധിയുള്ളവനാണെങ്കിൽ സർക്കാരിന്റെ പറയും, സാറേ 12/4 ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കി, 12/3 12/3 ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ്, 12/4 സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ്, 12/5 തേർഡ് ഇൻസ്റ്റാൾമെന്റ്. അവൻ 12/5 തേർഡ് ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കുന്നെങ്കിൽ അവന് 3 മാസം ആയില്ല. ഗ്രേസ് പീരീഡ് എത്രയാണ്? 14/2 അല്ലേ? 14/3 ആവുമ്പോൾ 1 മാസം കഴിഞ്ഞു. 14/4 ആവുമ്പോൾ 2 മാസം കഴിഞ്ഞു. 14/5 ആവുമ്പോഴേ 3 മാസം കഴിയൂ. അപ്പൊ 12/5 അടയ്ക്കുകയാണ് തേർഡ് ഇൻസ്റ്റാൾമെന്റ്. അപ്പൊ അയാൾക്ക് 20% ആണ്. ഇതായിരുന്നു പത്തനംതിട്ട ഓഫീസിൽ വന്നത്. അപ്പോ അതിന് അവിടെ കാൽക്കുലേറ്റ് ചെയ്തത് 25% ആണ്. അതിന് 20% മതി. കാരണം ഗ്രേസ് പീരീഡ് 14/2 കഴിഞ്ഞു. 14/2 തൊട്ട് 14/3 14/4 14/5 14/5 3 മാസം കഴിയൂ. 1 മാസം തൊട്ട് 3 മാസം വരെയാണെങ്കിൽ 20% ഉണ്ട്. ഇവിടെ 14/5 20% ആവുന്നു. എന്നാൽ 12/5 അവൻ തേർഡ് ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കേണ്ട ഡേറ്റാണ്. അതുകൊണ്ട് ഇവിടെയും എത്ര മതി? 20% മതി. എന്നാണോ അഡീഷണൽ ടാക്സ് 50% ആവുന്നത്, അതിനുശേഷം മാത്രമേ എന്ത് വരൂ? ഇൻട്രസ്റ്റ് വരൂ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പൊ ഇതിനൊന്നും ഇൻട്രസ്റ്റ്. ഇതാണ് ഇൻസ്റ്റാൾമെന്റ്. ഇനി ഇൻസ്റ്റാൾമെന്റിന്റെ വേറൊരു വിഷയം വെച്ചല്ല, ഈ സർക്കാരിന്റെ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ടോ, നേരത്തെ അയാൾ ഇൻസ്റ്റാൾമെന്റ് വാങ്ങിച്ചിട്ടുള്ള ഒരു ജിയോ പോർട്ട് ചെയ്തിട്ട് അത് ക്യാൻസൽ ചെയ്തുകൊണ്ട് പുതിയ ഉത്തരവിറക്കുന്നു. അത് ക്യാൻസൽ ചെയ്തുകൊണ്ട് പുതിയ ഉത്തരവിറക്കി കഴിഞ്ഞാൽ ആ ജിയോ പ്രകാരം അയാൾ നികുതി 1, 2 ഇൻസ്റ്റാൾമെന്റ് അടച്ച് ഡ്യൂസ് വരുത്തി, അതൊന്നും ബാധകമേ അല്ല. അയാൾ ഡ്യൂസ് വരുത്തിയാലും ഈ ജിയോ അനുസരിച്ച്, ഈ ഉത്തരവനുസരിച്ച് അയാൾക്ക് ഇൻസ്റ്റാൾമെന്റ് അനുവദിക്കാം. അതായത് റഫറൻസ് 1 ഉത്തരവ് ക്യാൻസൽ ചെയ്തുകൊണ്ട് ഈ ഉത്തരവ് ഇറക്കുന്നു. അയാളുടെ മൊത്തം അരിയർ 5 ഇൻസ്റ്റാൾമെന്റായിട്ടോ അല്ലെങ്കിൽ 8 ഇൻസ്റ്റാൾമെന്റോ അടയ്ക്കണം എന്ന് പറയാൻ ഉത്തരവ് വരുന്നത്. അവിടെ ശ്രദ്ധിക്കുക, അവിടെ ഈ ഓർഡർ ക്യാൻസൽ ചെയ്തുകൊണ്ടാണ് ഇത് വന്നതുകൊണ്ടോ പഴയ ഉത്തരവിൽ അയാൾ ഡ്യൂസ് കൃത്യമായി അടച്ചുകൊണ്ടിരിക്കുക. ചിലരായിരിക്കും 1, 2 ഇൻസ്റ്റാൾമെന്റ് അടച്ചിട്ട് പിന്നെ ഡിഫോൾട്ട് വരുത്തിയായിരിക്കാം. അല്ലെങ്കിൽ ചിലരാണെങ്കിൽ ഒന്നും അടച്ചിട്ടുണ്ടാവില്ല. എന്തായാലും ആ ഉത്തരവ് ക്യാൻസൽ ചെയ്തു. അങ്ങനെ എടുക്കുമ്പോൾ നിങ്ങൾ എടുക്കേണ്ടത് പഴയ ടാക്സിന്റെ എമൗണ്ട് ഒന്നും നോക്കണ്ട. അയാൾ കുടിശ്ശിക ചിലപ്പോൾ 1, 2 ഇൻസ്റ്റാൾമെന്റ് അടച്ചിട്ടുണ്ടാവും, ഒന്നും നോക്കണ്ട. ആ പീരീഡിൽ കുടിശ്ശിയുള്ളത് 31 നേരത്തെ ഞാൻ പറഞ്ഞ അതേ വിഷയമാണെന്ന് വെച്ചോ, 31/12/2023 ആ ഉത്തരവ് വന്ന് 31 അടയ്ക്കാനാണ് ഈ നേരത്തെ ഒരു ജിയോ വന്നത്. നമ്മൾ അതൊന്നും നോക്കണ്ട.
ഇപ്പൊ എന്ത് ചെയ്യുന്നു? ആ ക്വാർട്ടറും ഈ ക്വാർട്ടറും കൂടെ 5 ഇൻസ്റ്റാൾമെന്റ് കൊടുക്കാമെങ്കിൽ 5ാമത്തെ ഇൻസ്റ്റാൾമെന്റ് എന്നാണ് വന്നത് അതുവരെയുള്ള എമൗണ്ട് എടുക്കുക. അയാൾ ചിലപ്പോൾ 1-2 ഇൻസ്റ്റാൾമെന്റ് അടച്ചിട്ടുണ്ട്, അതൊന്നും നിങ്ങൾ നോക്കണ്ട. യഥാർത്ഥത്തിൽ മൊത്തം കുടിശ്ശിയെടുക്കുക. 31/12/2023 വരെയുള്ള 30,000 രൂപ ടാക്സ് അയാൾ 20/5 അടയ്ക്കുമ്പോൾ 50,000 രൂപ അഡീഷണൽ ടാക്സ്, പിന്നെ ഇൻട്രസ്റ്റ് 3%. ഇനി 31/3/2024 30,000 രൂപ ടാക്സ്, നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞ ഇല്ലസ്ട്രേഷൻ കേസുകളാണ് 25% അഡീഷണൽ ടാക്സ്. ഇത് എമൗണ്ട് അങ്ങ് കാൽക്കുലേറ്റ് ചെയ്ത് കൂട്ടി വെച്ചു. ഇതാണ് നമുക്ക് കിട്ടേണ്ട ടാക്സ്. ഇത് 5 ഡിവൈഡ് ചെയ്യുന്നു. അതിനു മുമ്പ് 5 ഡിവൈഡ് ചെയ്യുന്നതിന് മുമ്പ് അയാൾ തൊട്ട് മുമ്പ് 1-2 ഇൻസ്റ്റാൾമെന്റ് അടച്ചിട്ടാവും പറഞ്ഞില്ലേ, അതിനങ്ങ് കുറയ്ക്കും. അതായത് അടച്ചിട്ടുള്ള അയാൾ 1-2 ഇൻസ്റ്റാൾമെന്റ് അടച്ചത് നോക്കാതെ തന്നെ ടോട്ടൽ അരിയറിന് 5 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുത്ത് ആ ടോട്ടൽ അരിയറിന് ആദ്യം എടുക്കുക. എടുത്തതിന് ശേഷം അയാൾ 1-2 ഇൻസ്റ്റാൾമെന്റ് അടച്ചിട്ടുണ്ടാവാം, ഉണ്ടെങ്കിൽ ആ അടച്ചിട്ടുള്ള എമൗണ്ട് അങ്ങ് കുറയ്ക്കുക. കുറച്ചതിന് ശേഷം മിച്ചമുള്ളതിന് 5 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട്. ഇതാണ് തൊട്ട് മുമ്പ് ഒരു ഓർഡർ ക്യാൻസൽ ചെയ്തുകൊണ്ട് സർക്കാർ ഉത്തരവ് കൊടുക്കുകയാണെങ്കിൽ. ഇനി അടുത്തൊരു വിഷയം വരാം. നേരത്തെ ഒരു ഓർഡർ കൊടുക്കുകയും ആ ജിയോയ്ക്ക് താഴെ പറയുന്നു, കാരണം ഞാൻ തന്നെ എഴുതി കൊടുത്തതാണ്, സർക്കാർ സമ്മതിക്കാത്തതുകൊണ്ട് പിന്നെ അവസാനം നിവർത്തിയില്ലാതെ ഇങ്ങനെ വേണം എന്ന് പറയുന്നതാണ്. നേരത്തെ ഒരു ഉത്തരവ് കൊടുക്കുകയും ആ ഉത്തരവിലെ ഇൻസ്റ്റാൾമെന്റ് കൃത്യമായി അടയ്ക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ അരിയറും കൂടി ചേർത്ത് ഈ ഇൻസ്റ്റാൾമെന്റ് അനുവദിക്കുന്നു എന്നാണ് ഉത്തരവ്. അങ്ങനെ, അതായത് മറ്റത് ക്യാൻസൽ ചെയ്തിട്ടല്ല, മറിച്ച് നേരത്തെ അയാൾ ഉത്തരവ് വാങ്ങിച്ചിട്ട് അത് കൃത്യമായി അടയ്ക്കുകയാണെങ്കിൽ അയാൾക്ക് ഇനി ഉള്ള അരിയർ മുഴുവൻ അടയ്ക്കാൻ പുതിയത് കൊടുക്കുന്നു എന്ന് പറഞ്ഞു വരാം. എങ്കിൽ അയാൾ കുടിശ്ശിക നേരത്തെ വരുത്തിയിട്ടുണ്ടെങ്കിൽ, ഒരു 5 ഇൻസ്റ്റാൾമെന്റ് നേരത്തെ വാങ്ങിച്ചു, അതിന് 2 ഇൻസ്റ്റാൾമെന്റ് അടച്ചിരിക്കുന്ന കുടിശ്ശിക വരുത്തി, എന്നിട്ടാണ് പുതിയ ഓർഡർ വാങ്ങിച്ചുകൊണ്ടുണ്ടെങ്കിൽ അത് ഓഫീസിൽ പരിഗണിക്കേണ്ടതില്ല. അയാൾക്കൊപ്പം തന്നെ ഇത് വെച്ചുകൊണ്ട് ഒരു പ്രൊസീഡിങ്സ് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. താങ്കൾക്ക് ഇന്ന ദിവസം താങ്കൾ ഇത്ര രൂപയുടെ ഈ ക്വാർട്ടറിന് അരിയറിന് വേണ്ടി താങ്കൾ ഇൻസ്റ്റാൾമെന്റ് വാങ്ങിച്ചുകൊണ്ട് വന്നു. ആ ഇൻസ്റ്റാൾമെന്റ് 2 എണ്ണം കൃത്യമായി അടയ്ക്കുകയും പിന്നീട് കുടിശ്ശിക വരുത്തുകയും ചെയ്തിട്ടുണ്ടോ? തുടർന്ന് താങ്കൾ ഇതുവരെയുള്ള കുടിശ്ശിക അടയ്ക്കാൻ വേണ്ടി വീണ്ടും ഇന്ന സൂചനപ്രകാരം ഇന്ന ഉത്തരവ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടോ? ഇതിനകത്ത് കഴിഞ്ഞ ഉത്തരവിലെ കുടിശ്ശികകൾ കൃത്യമായി ഇൻസ്റ്റാൾമെന്റുകൾ കൃത്യമായി അടച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് പരിഗണിക്കാം എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ ഉത്തരവിലെ ഇൻസ്റ്റാൾമെന്റുകൾ താങ്കൾ കൃത്യമായി അടയ്ക്കാതെ കുടിശ്ശിക വരുത്തിയിട്ടുള്ളത് കൊണ്ട് ഈ സൂചനപ്രകാരം ഉത്തരവ് അംഗീകരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് താങ്കൾ മുഴുവൻ തുകയും താങ്കൾ ഇൻസ്റ്റാൾമെന്റ് അനുവദിക്കുന്നതല്ല എന്ന് പറഞ്ഞ് ഒരു പ്രൊസീഡിങ്സ് കൊടുക്കുക. ഈ പ്രൊസീഡിങ്സിന്റെ കോപ്പിയും വെച്ചിട്ട് ഒരു ലെറ്റർ ട്രാൻസ്പോർട്ട് കമ്മീഷൻ, ഗവൺമെന്റ് എഴുതണ്ട, ട്രാൻസ്പോർട്ട് കമ്മീഷനിലേക്ക് എഴുതുക. ഒരു കാരണവശാലും അങ്ങനെ വരുന്നത് പരിഗണിക്കേണ്ടതില്ല. ഇൻസ്റ്റാൾമെന്റിനെ കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടോ? ഇതുവരെ പറഞ്ഞത് ജസ്റ്റ് എല്ലാരും കൂടെ ഒന്നും ചോദിക്കരുത്, അരമണിക്കൂർ ആയതുകൊണ്ടാണ്. ഇനി മനസ്സിലായവരും മനസ്സിലാക്കാത്തവർക്ക് പറഞ്ഞു കൊടുത്താൽ വലിയ ഉപകാരം. തീരെ മനസ്സിലായില്ല അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തോ ഒരു കൺഫ്യൂഷൻ ഉണ്ട് എന്നുള്ളത് മാത്രം ചോദിക്കാം. അജിത് സാറെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിന്റെ ഗ്രൂപ്പിലെ സംശയങ്ങൾ MED സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിൽ ഇവരെല്ലാരും ഉണ്ട്. അപ്പൊ അതിൽ ചോദിച്ചിട്ട് നമുക്ക് മറുപടി കൊടുക്കാം. സാറ് തുടർന്നാൽ. ശരി ശരി, ഓക്കെ ഓക്കെ ഓക്കെ. ഇനി അടുത്തത് റിസർവ് ബസ്. റിസർവ് ബസ് എന്ന് പറയുന്നത് ഒരു 7 അതിൽ കൂടുതലോ വാഹനങ്ങൾ, സ്റ്റേജ് കാരേജ് വാഹനങ്ങളുള്ള ഒരു ഓപ്പറേറ്റർക്കാണ് മിനിമം ഒരു വാഹനം റിസർവ് ബസ്സാണ്. ഇപ്പം 3 വാഹനങ്ങളെ ഒരാളിന് ഉള്ളുവെങ്കിൽ അയാൾക്ക് റിസർവ് ബസ് വയ്ക്കുന്നതിന് ഒരു പ്രശ്നമില്ല. പക്ഷെ 7 എണ്ണം ഉണ്ടെങ്കിൽ നിർബന്ധമായി ഒരു റിസർവ് ബസ് വേണം. ഒരാളിന് 14 ബസ് ഉണ്ടെങ്കിൽ നിർബന്ധമായി 2 റിസർവ് ബസ് വേണം. ഒരാളിന് 8 വാഹനങ്ങൾ ഉണ്ടെങ്കിൽ അയാൾക്ക് 2 റിസർവ് ബസ് ആവും. കാരണം 7 വരെ ഉള്ളതിന് നിർബന്ധമായിട്ട് ഒന്നും, 8ാമത്തതിന് വേണമെങ്കിലും. അതാണ് റിസർവ് ബസ്. റിസർവ് ബസ്സിന് സ്റ്റേജ് കാരേജിന്റെ റേറ്റ് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ഓടാൻ വേണ്ടിയാണ്. ഈ വാഹനം എന്തെങ്കിലും ബ്രേക്ക് ഡൗണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഓടാൻ പറ്റൂ, അല്ലാതെ റിസർവ് ബസ്സിന് സ്ട്രൂട്ടിൽ ഓടാൻ പറ്റത്തില്ല.
അതുകൊണ്ട് തന്നെ അതിന്റെ ടാക്സ് എന്ന് പറയുന്നത്, ക്വാർട്ടർലി ടാക്സ് എന്ന് പറയുന്നത്, നമുക്ക് അറിയാം സ്റ്റേജ് കാരേജിന് പലതരത്തിലുള്ള ക്രൈറ്റീരിയ ആണ്. സ്റ്റാൻഡിംഗ് കപ്പാസിറ്റി, സീറ്റിംഗ് കപ്പാസിറ്റി, ടൗൺ സിറ്റി, ഓർഡിനറി, ഫാസ്റ്റ് പാസഞ്ചർ, പിന്നെ 29/7/2014 ശേഷം രജിസ്റ്റർ ചെയ്യുന്ന ഫ്ലോർ ഏരിയ, അങ്ങനെ ഒരുപാട് ക്രൈറ്റീരിയ ഉണ്ട്. പക്ഷെ റിസർവിന് ഒറ്റ ക്രൈറ്റീരിയ ഉള്ളൂ. സിറ്റിംഗ് എത്രയാണോ സീറ്റ്, ആ സീറ്റിംഗിന് കപ്പാസിറ്റിയുടെ ഓരോരുത്തർക്കും ഓരോ പാസഞ്ചറിനും 25 രൂപയാണ്. ആ വാഹനത്തിൽ സ്റ്റാൻഡിംഗ് എത്രയാണോ അലൗഡ്, അതിന് 6 രൂപ 25 രൂപ. ഇത് പണ്ടത്തതാണ്, 75 രൂപയാണ്. ഇത് കൂട്ടാൻ വേണ്ടി പ്രപ്പോസൽ ഇതുവഴി സർക്കാരിന് എത്ര കോടി രൂപ പിരിഞ്ഞു കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ കോടി പോയിട്ട് ലക്ഷം പോലും കിട്ടുമെന്ന് പറയുമ്പോൾ എന്നതിനെ വെച്ചോണ്ടിരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് റിസർവ് ബസ്സിന്റെ ടാക്സ് കൂട്ടാത്തത്. ഇത് ഇപ്രാവശ്യം കൂട്ടിയില്ല. അപ്പോൾ റിസർവ് ബസ്സിന് സ്റ്റാൻഡിങ്ങിന് 25% റുപ്പീസ് പെർ പാസഞ്ചറും, സിറ്റിങ്ങിന് 6.25 റുപ്പീസ് ടു 6.25 പെർ പാസഞ്ചറും. ഇതാണ് റേറ്റ്. അപ്പോൾ വളരെ ചെറിയൊരു റേറ്റാണ്. അപ്പോൾ ഈ റിസർവ് ബസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരാളിന് കുറച്ച് റൂട്ടുണ്ട്, 8 10 റൂട്ടുണ്ട്. ഏതെങ്കിലും ഒരു റൂട്ടിലേക്ക് അയാളുടെ വാഹനം ബ്രേക്ക് ഡൗൺ ആയി സർവീസ് നടത്തുന്നില്ല. ഒരു പർട്ടിക്കുലർ റൂട്ടിലേക്ക് സർവീസ് നടത്തിയില്ലെങ്കിൽ മാത്രമേ അവിടെ ഈ റിസർവ് ബസ് ഉപയോഗിക്കാൻ പറ്റൂ. ഈ റിസർവ് ബസ് ഉപയോഗിക്കുമ്പോൾ മറ്റേ ഒറിജിനൽ റൂട്ടിൽ ഓടുന്ന പഴയ സ്റ്റേജ് ഗാരേജിന് സ്റ്റേജ് ഗാരേജ് ടാക്സ് അടച്ചിരിക്കണം. അല്ലാതെ മറ്റേ സ്റ്റേജ് ഗാരേജ് ഞാൻ ജി ഫോമിലാണ്, ഞാൻ ടാക്സ് അടയ്ക്കുന്നില്ല കാരണം ഞാൻ ഓടുന്നില്ല, ജി ഫോം ഇട്ടൊക്കെയാണ്, എന്നിട്ട് ആ റൂട്ടിൽ റിസർവ് ബസ് ഓടുകയാണ്. ആ റിസർവ് ബസ് ഒരിക്കലും ആ റിസർവ് ബസ്സിന് കണക്കാക്കരുത്. ആ സ്റ്റേജ് ഗാരേജാണ്, സ്റ്റേജ് ഗാരേജ് ടാക്സ് അടയ്ക്കുന്നത്. റിസർവ് ബസ് ഓടിക്കുന്ന റൂട്ടിൽ പക്ക പെർമിറ്റ് ഉള്ള വണ്ടിക്ക് ടാക്സ് അടച്ചാൽ മാത്രമേ റിസർവ് ബസ്സിൽ സബ്സിഡി അനുവദിക്കാൻ സാധിക്കുകയുള്ളൂ. 1. 2, അറ്റ് എ ടൈം ഒരു ക്വാർട്ടറിൽ റിസർവ് ബസ്സിന് ഞാൻ പറഞ്ഞു ഈ റേറ്റാണ്. അത് അറ്റ് എ ടൈം 20 ദിവസം മാത്രമേ ആ റൂട്ടിൽ സർവീസ്. ആ റൂട്ടിൽ ഒരു പർട്ടിക്കുലർ റൂട്ടിൽ ഒരു പർട്ടിക്കുലർ പക്ക പെർമിറ്റ് ഉള്ള വണ്ടി കൃത്യമായി ടാക്സ് അടച്ചിട്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്, വർക്ക്ഷോപ്പിൽ കയറ്റുന്നത് അല്ലെങ്കിൽ സർവീസ് നിർത്തിവെക്കുകയാണെങ്കിൽ ആ റൂട്ടിൽ റിസർവ് ബസ്സിന് ഓടാം. പക്ഷെ അറ്റ് എ ടൈം എത്രയാണ്? 20 ദിവസം. 20 ദിവസത്തിൽ കൂടുതൽ ആ റിസർവ് ബസ്സിന് അവിടെ സർവീസ് നടത്താൻ അനുവാദം കൊടുക്കാൻ പാടില്ല. മൂന്നാമത്തത്, ഒരു ക്വാർട്ടറിൽ 2 മാസം ഇപ്പൊ റിസർവ് ബസ് എന്ന് ഞാൻ പറഞ്ഞു, അപ്പോഴേക്ക് പറഞ്ഞു അറ്റ് എ ടൈം 15 ദിവസത്തേക്ക് കൊടുക്കും. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും 15 ദിവസത്തേക്ക് കൊടുക്കും, വീണ്ടും 2 ദിവസം കഴിഞ്ഞ് വീണ്ടും 15 ദിവസത്തേക്ക് കൊടുക്കും. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ പരമാവധി ഒരു ക്വാർട്ടറിൽ 2 മാസം. 2 മാസത്തിൽ കൂടുതൽ ഒരു ക്വാർട്ടറിൽ ഒരു റൂട്ടിൽ റിസർവ് ബസ്സിന് പെർമിറ്റ് അനുവദിക്കാൻ പാടില്ല. അത്രയുള്ളൂ റിസർവ് ബസ്. ഒറ്റ ഇതേ ഉള്ളൂ. അപ്പൊ ഇടയ്ക്ക് വേറെ എവിടെ നിന്നോ വന്ന് ഈ ഗ്രൂപ്പിലുള്ളവരാണ് ചോദിച്ചു തോന്നുന്നു, സാറേ ഒരു സ്ഥലത്ത് ഒരു ഉത്സവം നടക്കുകയാണ്. ആ ഉത്സവം നടക്കുമ്പോൾ അവിടെ ബസ്സിന്റെ റൂട്ടല്ല, അവിടെ ഇപ്പം മന്ത്രി പറഞ്ഞതുപോലെ, സോജി ഞാൻ പറയാം, മന്ത്രി പറഞ്ഞതുപോലെ പല റൂട്ടുകൾ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, കണക്കെടുത്തോണ്ടിരിക്കുകയാണ്, ബസ്സുകൾ ഓട്ടിക്കാനുള്ള റൂട്ടൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ പറഞ്ഞ ഒരു ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നതാണ്, അവിടെ യഥാർത്ഥത്തിൽ റൂട്ടില്ല, സ്റ്റേജ് ഗാരേജ് ഇല്ല. അപ്പൊ അവിടെ ഒരാള് ബസ് പെർമിറ്റ് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം പക്ക റൂട്ടിൽ ഉള്ള മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ. ഇൻഷുറൻസ് പറയുന്നത് ഇപ്പോൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യപ്പെട്ടത് പുറത്തുനിന്ന് എടുക്കും, ഇവിടെ ഓഫീസിൽ എടുക്കാൻ പറ്റുന്നില്ല. ജസ്റ്റ് ഈ അക്ഷയ പറഞ്ഞാണ് വേണ്ടത് പോകുന്നുണ്ടോ, അത് ഇന്ന് കൊണ്ട് കൊടുക്കുന്നുണ്ടോ അവിടെ മാറ്റാൻ അതിനായിട്ടുണ്ട് പറ്റുന്നില്ലല്ലോ. മറ്റേ യാത്രയെ കവർന്ന് നോക്കാൻ വേണ്ടി അയാൾ എന്നെ വിളിച്ചായിരുന്നു. യാത്രയെ കവർന്ന് നോക്കും. എന്നെ വിളിച്ചായിരുന്നു. നമസ്കാരം. എനിക്ക് ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ലൊക്കേഷൻ നോക്കിയിട്ട് അവിടെ റേഞ്ച് ഉണ്ടെന്ന് തോന്നുന്നു. റേഞ്ച് ഉണ്ടെങ്കിൽ പിന്നെ അവർക്ക് അവിടെ അതിൻ്റെ ആവശ്യമില്ല. റേഞ്ചുള്ള സ്ഥലമാണെങ്കിൽ പിന്നെ ടവർ വെക്കത്തില്ല. കേൾക്കുന്നില്ല. ടവർ വെക്കുന്നു.
അതൊക്കെ സാർ എനിക്ക് തോന്നുന്നു അജിത്തിന്റെ കണക്ടിവിറ്റിയുടെ എന്തോ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. നമുക്ക് എല്ലാവർക്കും വെയിറ്റ് ചെയ്യാം ഒരു സെക്കൻഡ്. സാറെ KL62ന്റെ ID ഒന്ന് ഓഫ് ചെയ്യാമോ? KL62. ഹലോ, കേൾക്കാം കേൾക്കാം. ഹലോ സാർ. സാറെ കേൾക്കാം. ഇടയ്ക്ക് നെറ്റ് പോയതാണ്. ശരിയായിരുന്നു. അപ്പോ ഇതാണ് റിസർവ് ബസ്. അപ്പൊ റിസർവ് ബസ്സിനെ കുറിച്ച് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത നമുക്ക് ഐഡിൽ റേറ്റ്. നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന വാക്കാണ് ഐഡിൽ റേറ്റ്, NDV റേറ്റ്, സ്റ്റേജ് കയറി. ഇപ്പൊ വിഷയമൊക്കെ ആയ വിഷയം. ഈ രണ്ടും മോട്ടോർ വാഹന ടാക്സേഷൻ നിയമത്തിലോ ചട്ടത്തിലോ പ്രതിപാദിക്കാത്ത വാക്കാണ് NGV റേറ്റ്, ഐഡിൽ റേറ്റ്. ഇങ്ങനൊരു സാധനമില്ല. നമുക്ക് ടാക്സേഷൻ ആക്ടില് എല്ലാ തരം വാഹനങ്ങൾക്കും നികുതി പറഞ്ഞിട്ടുണ്ട്. സ്റ്റേജ് കയറിയാൽ, കോൺട്രാക്ട് കയറിയാൽ, അങ്ങനത്തെ വാഹനങ്ങൾക്കെല്ലാം നികുതി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചില വാഹനങ്ങൾ നമ്മൾ നികുതി പറയാൻ വിട്ടുപോകും. എല്ലാ തരം വാഹനങ്ങൾ ടാക്സേഷൻ ആക്ടിൽ പറയുന്നു. അങ്ങനെ ഏതെങ്കിലും വാഹനത്തിന് നികുതി പറഞ്ഞിട്ടില്ലെങ്കിൽ, ടാക്സേഷൻ ആക്ടിൽ ഒരു പ്രത്യേക വാഹനങ്ങൾക്ക് നികുതി പറഞ്ഞിട്ടില്ലെങ്കിൽ, അത്തരം വാഹനങ്ങൾക്ക് 2014 നമ്മൾ പുതിയ നികുതി ഇട്ടിട്ടുണ്ട്. 14 മുമ്പ് വേറെ നികുതിയായിരുന്നു. ആ നികുതി എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മീറ്ററിന് 150 രൂപ. ടോട്ടൽ ടാക്സ് ആണ്. ഒരു സ്ക്വയർ മീറ്ററിന് 150. ഈ 150 രൂപ എന്ന് പറയുന്ന ഈ നികുതിയാണ് NGV റേറ്റ് എന്നും ഐഡിൽ റേറ്റ് എന്നും പറയുന്നത്. കാരണം സ്റ്റേജ് ഗാരേജിന് കൃത്യമായി നികുതി ഉണ്ട്. കേക്കലല്ലേ സാർ? സാർ കേൾക്കുന്നുണ്ട് സാറേ, കേൾക്കുന്നുണ്ട്, നന്നായിട്ട് കേൾക്കുന്നുണ്ട് സാർ. അപ്പോ സ്റ്റേജ് ഗാരേജിന് കൃത്യമായ നികുതി ഉണ്ട്, പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സ്റ്റേജ് ഗാരേജിന്റെ കേസിൽ മാത്രം അതിന് നികുതി അടച്ച് ഫിറ്റ്നസ് എടുത്ത് മാത്രം പോരാ, അതിന് പെർമിറ്റ് എടുത്താൽ മാത്രം പോരാ. ആ പെർമിറ്റിലുള്ള റൂട്ടിലാണ്, ആ റൂട്ടിലേക്കാണ് പെർമിറ്റ് അനുവദിക്കേണ്ടത്. അല്ലാതെ എവിടെ കൂടിയെങ്കിലും ഓട്ടോറിക്ഷയ്ക്കോ കോൺട്രാക്ട് കാരിനോ മോട്ടോർ ക്യാബിനോ പോകാൻ പറ്റുന്നത് പോലെ സ്റ്റേജ് ഗാരേജിന് പോകാൻ പറ്റത്തില്ല. അതിനർത്ഥം അതിന് പെർമിറ്റ് ഇല്ല എങ്കിൽ, പെർമിറ്റ് തീർന്നെങ്കിൽ സ്വാഭാവികമായും ആ റൂട്ടിൽ മറ്റൊരു വാഹനത്തിന് പെർമിറ്റ് അനുവദിക്കും, ടെമ്പററി പെർമിറ്റ്. കാരണം ജനങ്ങളുടെ യാത്രാ ബുദ്ധിമുട്ട് വരും, അത് വേറെ ആരെങ്കിലും അപ്ലൈ കൊടുക്കും. അപ്പോൾ ഈ പറയുന്ന സ്റ്റേജ് ഗാരേജിന്റെ പെർമിറ്റ് തീർന്നെങ്കിൽ ആ റൂട്ടിൽ, പെർമിറ്റ് തീരാത്ത വാഹനങ്ങൾ റൂട്ടിൽ സർവീസ് നടത്തണമെങ്കിൽ പിടിക്കാം, അത് വേറെ. ആ റൂട്ടിൽ സർവീസ് നടത്താൻ പാടില്ല. അങ്ങനെ പെർമിറ്റ് ഇല്ലാത്ത വാഹനത്തിന് ആ സ്റ്റേജ് ഗാരേജിന് ആ റൂട്ടിൽ പെർമിറ്റ് നടത്താൻ സർവീസ് നടത്താൻ പാടില്ലെങ്കിൽ ഒരു റൂട്ടിലും അതിന് സർവീസ് നടത്തും. അങ്ങനെ സർവീസ് നടത്താൻ പാടില്ലെങ്കിൽ ആ വാഹനത്തിന്, അതായത് പെർമിറ്റ് ഇല്ലാത്ത ഒരു സ്റ്റേജ് ഗാരേജിന് സ്റ്റേജ് ഗാരേജ് റേറ്റ് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യം, കാരണം അതിന് വേറെ അടുത്ത് പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ആ വാഹനത്തിന് സ്റ്റേജ് ഗാരേജ് റേറ്റ് വേണ്ട. പിന്നെ ഏത് റേറ്റ് വേണം? ടാക്സേഷൻ ആക്ടിൽ ഒരിടത്തും പറയുന്നില്ല. അത്തരം വാഹനങ്ങൾക്ക് ഒരു പ്രത്യേക റേറ്റ് ടാക്സേഷൻ ആക്ടിൽ പറയുന്നില്ല. സ്വാഭാവികമായി എന്ത് ചെയ്യുന്നു? സ്ക്വയർ മീറ്ററിന് ഒരിടത്തും പറയാത്ത വാഹനങ്ങൾ ഇന്ന റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഈ സ്റ്റേജ് ഗാരേജിന് മാത്രമല്ല, ഏത് വാഹനത്തിനും ഉണ്ട്. ഒരിടത്തും പറയാത്ത വാഹനത്തിന് ഇത്ര റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും സ്ക്വയർ മീറ്ററിന് 150 രൂപ നടക്കും. ഈ റേറ്റിനെയാണ് പറയുന്നത് ഐഡിൽ റേറ്റ്. പണ്ട് NDV റേറ്റ് എന്ന് പറയുന്നത്, ഇത് ഐഡിൽ റേറ്റ് എന്ന് പറയും. ഇനി ഐഡിൽ റേറ്റ് എപ്പോഴാണ് എടുക്കേണ്ടത്? ഒരാള് അയാളെ വാഹനത്തിന് പക്കാ പെർമിറ്റ് ഉണ്ടെങ്കിൽ, അയാൾ ഓടിയാലും ഓടിയില്ലെങ്കിൽ അയാൾ G-ഫോം തരണം. ഓടിയില്ലെങ്കിലും ആ വാഹനത്തിന് സ്റ്റേജ് കയറിയിട്ടാണ്. 2, ഒരാള് ഒരു വാഹനത്തിന്, ഒരു സ്റ്റേജ് കയറി ഉടമ ഒരു വാഹനത്തിന് പെർമിറ്റ് തീർന്നെങ്കിൽ നമ്മൾ ഡിമാൻഡ് ചെയ്യേണ്ടത് സ്റ്റേജ് കയറി റേറ്റ് ആണ്. ഒരു കാരണവശാലും അയാൾക്ക് ഐഡിൽ റേറ്റ് കൊടുക്കാൻ പാടില്ല. എന്താ കാര്യം അറിയാമോ?
അയാൾ ഇങ്ങോട്ട് ആവശ്യം, എന്റെ വാഹനത്തിന്റെ പെർമിറ്റ് ഇന്ന ദിവസം തീർന്നു, ഇനി ആ വാഹനം പെർമിറ്റ് എടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് കാലത്ത് പെർമിറ്റ് എടുക്കാൻ സാധിക്കത്തില്ല, അതുകൊണ്ട് ആ പീരീഡ് മുതൽ എനിക്ക് ഐഡൽ റേറ്റ് തരണം എന്ന് പറഞ്ഞാൽ മാത്രമേ അയാൾക്ക് ഐഡൽ റേറ്റ് അനുവദിക്കാൻ പാടുള്ളൂ. ഇതൊരു കോടതി ഉത്തരവ് ഉണ്ട്. അല്ലാതെ ഒരാൾ ആവശ്യപ്പെടാതെ അയാളുടെ പെർമിറ്റ് തീർന്നു എന്ന് പറയാം. കാരണം ഇതിനകത്ത് വേറൊരു വിഷയം കൂടി ഉണ്ട്. ഇത് ഏത് വാഹനത്തിന് മാത്രമേ ഈ ഐഡൽ റേറ്റ് വരാൻ സാധ്യതയുള്ളൂ? പെർമിറ്റ് ഉള്ള ഏത് വാഹനത്തിന് മാത്രമേ ഐഡൽ റേറ്റ് വരാൻ സാധിക്കുകയുള്ളൂ? സ്റ്റേജ് ഗേജിന് മാത്രം. കാരണം പെർമിറ്റ് ഇല്ലെങ്കിൽ അവന് ആ റൂട്ടിൽ ഓടാൻ പറ്റില്ല. അതുകൊണ്ട് അതേസമയം കോൺട്രാക്ട് കാരേജിനോ ഗുഡ്സ് വെഹിക്കിളിനോ ഓട്ടോറിക്ഷയ്ക്കോ മോട്ടോർ ക്യാബിനോ പെർമിറ്റ് തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് NTB റേറ്റ് ഇല്ല. കാരണം അവൻ എവിടെ വേണം ഓടാം, ഓടുന്നില്ല. അപ്പോൾ ഒരാൾ ഓടിയില്ലെങ്കിൽ നമ്മൾ കോമ്പൗണ്ട് ചെയ്യത്തില്ല, അതൊക്കെ വേറെ. പക്ഷെ എവിടെ വേണമെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം, ഓടാം. ഒരു ട്രാൻസ്പോർട്ട് വാഹനം സെക്ഷൻ 66 പറയുന്നത് ഒരു വാഹനത്തിന് ട്രാൻസ്പോർട്ട് വാഹനം കുറെ എക്സെപ്ഷൻ ഉണ്ടെങ്കിലും ഒരു ട്രാൻസ്പോർട്ട് വാഹനത്തിന് പെർമിറ്റ് ഇല്ലാതെ അത് ഫ്ലൈ ചെയ്യാൻ സഞ്ചരിക്കാൻ പാടില്ല. അത് പെർമിറ്റ് വേണമെന്നേ ഉള്ളൂ. അതിനർത്ഥം പെർമിറ്റ് ഇല്ലെങ്കിൽ അത് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ അല്ലാതാകുന്നില്ല. ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ പെർമിറ്റ് ഇല്ലാതെ ചിലപ്പോൾ അവ എന്ത് ചെയ്യാം, സർവീസ് നടത്താം. അതുകൊണ്ട് അത്തരം വാഹനങ്ങൾക്ക് മുഴുവൻ ഏതാണ് ആ ക്ലാസ്സിലുള്ള വാഹനങ്ങൾ ടാക്സ് തരാണ്. കോൺട്രാക്ട് ആണെങ്കിൽ കോൺട്രാക്ട് പെർമിറ്റ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് അതിന് NTB റേറ്റ് ഇല്ല. പെർമിറ്റ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാഹനത്തിനും NTB റേറ്റ് ഇല്ല. സ്റ്റേജ് ഗേജിന് മാത്രമേ അങ്ങ് ആ ഒരു ബെനിഫിറ്റ് കിട്ടൂ. പക്ഷെ മിനി ദിലീപ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 2013 എന്ന് പറയുന്ന ഒരു ജഡ്ജ്മെന്റിന് ഒരു കോൺട്രാക്ട് കാരേജിന് NTB റേറ്റ് എടുക്കാൻ വേണ്ടി കോടതി ഉത്തരവുണ്ട്. ആ കോടതി ഒന്നും നോക്കാതെയും നമ്മൾ കൃത്യമായി അപ്പീൽ കൊടുക്കാത്ത ഒരു കാര്യം പറഞ്ഞിട്ടില്ല. കാരണം അത് ട്രാൻസ്പോർട്ട് വാഹനമാണ്. എന്തായാലും അത് വെച്ചുകൊണ്ട് നമ്മൾ മറ്റുള്ള ഇപ്പോഴും ജഡ്ജ്മെന്റുകൾ വരുന്നുണ്ട് സ്റ്റേജ് കോൺട്രാക്ട് കാരേജിന്. അപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കൗണ്ടർ ചെയ്യണം. ഇപ്പോഴും അടുത്ത കാലത്ത് വന്നിട്ടുണ്ട് ഒരു സിംഗിൾ ബെഞ്ച് ഉത്തരവ്, നല്ല വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു കോൺട്രാക്ട് കാരേജ് ആയതുകൊണ്ട് അതിന് NTB റേറ്റ് ഇല്ല. കാരണം അവൻ കോൺട്രാക്ട് കാരേജ് ആണ്, അവന് പെർമിറ്റ് എടുക്കേണ്ടതാണ്. പെർമിറ്റ് ഇല്ലെങ്കിൽ അവൻ ട്രാൻസ്പോർട്ട് വാഹനമാണ്, ട്രാൻസ്പോർട്ട് വാഹനമായിട്ട് അവൻ ഓട്ടിക്കുന്നുണ്ടെന്നും ടാക്സ് എടുത്തേ പറ്റും എന്നും പറഞ്ഞു വന്നു. അതിനെതിരെ അയാൾ ഡിവിഷൻ ബെഞ്ച് പോയപ്പോൾ തൽക്കാലം സ്റ്റേ ചെയ്തിട്ടുണ്ട്. അത് വേറെ. ഇതാണ് ഐഡൽ റേറ്റ്. 2, ഐഡൽ റേറ്റ് എന്ന് പറയുന്നത് എന്നാണ് അവൻ അപേക്ഷിക്കേണ്ടത്? ഇവിടെ വലിയൊരു പ്രശ്നമുണ്ട്. കാരണം വാഹനങ്ങളുടെ ടാക്സ് സബ് ഓഫീസ്, സ്റ്റേജ് കയറിയ വാഹന ടാക്സ് സബ് ഓഫീസിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സബ് ഓഫീസിലാണ് ടാക്സ് ചെയ്തിരിക്കുന്നത് ഇപ്പോഴത്തെ വാഹനം വന്നതിന് ശേഷം. മുമ്പ് എല്ലാം RTO ഓഫീസിലാണ്. സ്റ്റേജ് കയറിയാണെങ്കിൽ ടാക്സ് അടയ്ക്കുന്നതും പെർമിറ്റ് കൊടുക്കുന്നതും എല്ലാം RTO ഓഫീസിലാണ്. ഇപ്പോൾ പെർമിറ്റും ബാക്കി കാര്യങ്ങളെല്ലാം എവിടെയാണ്? RTO ഓഫീസിലും. ടാക്സും ഫിറ്റ്നസും ഒക്കെ എവിടെയാണ്? സബ് ഓഫീസിലുമാണ് പലരും. അങ്ങനെ വരുമ്പോൾ ഒരു വാഹനത്തിന്റെ പെർമിറ്റ് തീർന്നു. ആ പെർമിറ്റ് തീർന്ന വാഹനം സബ് ഓഫീസിൽ വന്നിട്ട് ഐഡൽ ടാക്സിൽ ടാക്സ് അടച്ചു. അയാൾ ആവശ്യപ്പെട്ടു, അടച്ചു കഴിഞ്ഞിട്ട് RTO ഓഫീസിൽ അയാൾ ഒരു ടെമ്പററി പെർമിറ്റ് അപ്ലൈ അല്ലെങ്കിൽ സ്പെഷ്യൽ പെർമിറ്റ് അപ്ലൈ. RTO ഓഫീസിൽ നോക്കുമ്പോൾ ടാക്സ് അടച്ചിട്ടുണ്ട്, ഉണ്ട്. അത് ഏത് റേറ്റ് എന്ന് RTO ഓഫീസുകാർ നോക്കുന്നില്ല. RTO ഓഫീസ് ടാക്സ് അടച്ചിട്ടുണ്ട്, അവിടെ ഒരു ടെമ്പററി പെർമിറ്റ് അന്വേഷിക്കും. വളരെ ആണ്. ഒന്നുകിൽ ഇതെല്ലാം ഒരിടത്തായിരിക്കണം, പഴയതുപോലെ ടാക്സും പെർമിറ്റും എല്ലാം RTO ഓഫീസിൽ മാത്രമായിരിക്കണം. ഇല്ലെങ്കിൽ ഏത് പെർമിറ്റ്, ഒരു പക്ക പെർമിറ്റ് ഉള്ള വാഹനം പക്ക പെർമിറ്റ് തീർന്നിട്ട് ടെമ്പററി പെർമിറ്റോ സ്പെഷ്യൽ പെർമിറ്റോ അപ്ലൈ ചെയ്യുമ്പോൾ അത് വേറൊരു ഓഫീസിലാണ്, സബ് ഓഫീസിലാണ് രജിസ്റ്ററെങ്കിൽ അവിടെ ചോദിച്ച് ഒരു മെയിലെങ്കിലും വാങ്ങിച്ചിട്ട്, അതായത് സ്റ്റേജ് കയറി ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ വാഹനത്തിന് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ടെമ്പററി പെർമിറ്റോ സ്പെഷ്യൽ പെർമിറ്റോ കൊടുക്കാൻ പാടുള്ളൂ. അല്ലാതെ ഒരു സബ് ഓഫീസ് നോക്കിയപ്പോൾ വണ്ടിക്ക് ടാക്സ് അടച്ചിട്ടുണ്ട്, 31/3/2024 ടാക്സ് അടച്ചിട്ടുണ്ട്, അതൊരു ടെമ്പററി പെർമിറ്റ് കൊടുക്കാം എന്ന് വിചാരിക്കരുത്. കാരണം അടച്ചിട്ട് ടാക്സ് ഐഡൽ റേറ്റ് ആയിരിക്കും. അതുകൊണ്ട് സബ് ഓഫീസിൽ ചോദിച്ച്, ഒരു മെയിൽ വഴി ചോദിച്ച്, മെയിൽ വഴി മറുപടി വന്ന് ഐഡൽ റേറ്റ് അല്ല ടാക്സ് അടച്ചെങ്കിൽ മാത്രമേ ടെമ്പററിയോ സ്പെഷ്യലോ കൊടുക്കാവൂ. ഐഡൽ റേറ്റ് ടാക്സ് അടച്ചാൽ ഒരു സ്റ്റേജ് കയറിയെങ്കിലും ടെമ്പററി പെർമിറ്റോ പക്ക പെർമിറ്റോ കൊടുക്കാൻ പാടില്ല. 3, ഈ ഐഡൽ റേറ്റ് എന്ന് ആണ് അടയ്ക്കേണ്ടത്? ടാക്സിന്റെ പീരീഡ് കഴിഞ്ഞതിന് ശേഷമാണോ അഡ്വാൻസ് ആയിട്ടാണോ അടയ്ക്കേണ്ടത്? ഇതൊരു ഡയറക്ഷൻ ഒന്നും ഒരിടത്തുമില്ല. പക്ഷെ ടാക്സ് ഇൻ അഡ്വാൻസ് നിയമത്തിൽ പറയാം. ഏത് ടാക്സ് എന്താണ്? ഇൻ അഡ്വാൻസ്. അതുകൊണ്ട് ഒരാളിന് അഡ്വാൻസ് ആയിട്ട് എന്ത് ചെയ്യാം? ടാക്സ് അടയ്ക്കാം. ഇപ്പൊ ഒരു വണ്ടിയുടെ ടാക്സ് 31/12/2023 തീർന്നു സ്റ്റേജ്. അയാളുടെ പെർമിറ്റും ഏകദേശം ആ സമയത്ത് അങ്ങ് തീർന്നു.
അയാൾ ഇന്ന് വന്ന് പറയാണ് സാർ എനിക്ക് ഐ റേറ്റ് ടാക്സ് അടയ്ക്കണം. ഏത് 1/1/24 തൊട്ട് 31/3/24 വരെ. ഓക്കെ, അടയ്ക്കാം. അയാളുടെ ഗ്രേസ് പീരീഡ് കഴിഞ്ഞ് ഇത്ര ശതമാനം ആയതുകൊണ്ട് അതിന്റെ പലിശ അടിസ്ഥാനത്ത് വായിച്ചിട്ട് അടയ്ക്കാം. പക്ഷേ പറ്റുമെങ്കിൽ സബ് ഓഫീസുകാർ ശ്രദ്ധിക്കാം, പറ്റുമെങ്കിൽ ഈ വാഹനത്തിന് ഐഡിൽ റേറ്റിൽ ഇന്ന പീരീഡ് തൊട്ട് ഇന്ന പീരീഡിൽ ടാക്സ് അടച്ചിട്ടുണ്ട് എന്നൊരു ലെറ്റർ മെയില് ആർ ടി ഓഫീസിൽ കൊടുക്കുക. 2, ആർ ടി ഓഫീസുകാര് ഈ വാഹനത്തെ പെർമിറ്റ് ചെയ്താൽ വേറെ ഏതെങ്കിലും കൊടുക്കുന്നതിന് മുമ്പ് സബ് ഓഫീസ് ചോദിക്കുക, എങ്കിൽ ഇപ്പോഴത്തെ ഇഷ്യൂസ് എല്ലാം മാറി. ഇതാണ് ഐഡിൽ റേറ്റ്. ഐഡിൽ റേറ്റ് ആണ് NTV റേറ്റ്. ഇത് ഒരിടത്തും ആക്റ്റൊന്നും പറയുന്നില്ല. അപ്പൊ വേറൊരു വിഷയമുണ്ട്. 2015 രജിസ്റ്റർ ചെയ്ത ഒരു സ്റ്റേജ് ഗേജ്, അതിന് നമ്മൾ ഫ്ലോർ ഏരിയ വെച്ചല്ല ടാക്സ് എടുക്കുന്നത്. അതിനെന്താണ് സീറ്റിംഗ് കപ്പാസിറ്റി, സ്റ്റാൻഡിംഗ് കപ്പാസിറ്റി വെച്ച ടാക്സ് എടുക്കുന്നത്. അപ്പൊ 2015 രജിസ്റ്റർ ചെയ്ത വണ്ടിക്ക് 31/12/2023 പെർമിറ്റ് തീർന്നു. അതിനെന്ത് ചെയ്തു? തീർന്നുകൊണ്ട് അവൻ വന്നിട്ട് പറയുന്നത് സാറേ എനിക്ക് അതിൽ തന്നെ ടാക്സ് അടയ്ക്കണം. അപ്പൊ ഇതേത് വണ്ടിയാണ്? അത് 2015. 2016 ശേഷമാണെങ്കിൽ നമുക്ക് ഫ്ലോർ ഏരിയയാണ്. 15 വണ്ടിക്കാണെങ്കിൽ എന്തേ ഉള്ളൂ? അത് അന്നത്തെ അതിൽ റേറ്റ് ഉണ്ട് 165 രൂപ. ULW വെച്ചിട്ട് ഇത്ര പരമാവധി 230 വരെ പോകും ആ ടാക്സ്. അങ്ങനെ ഇല്ല. ഐഡിൽ റേറ്റ് എന്തായാലും ഏതായത് വർഷം പഴക്കമുള്ള വണ്ടി ആയാലും ഐഡിൽ റേറ്റ് വന്നാൽ എന്താണ്? ഈ സ്ക്വയർ മീറ്ററിന് 150 രൂപയാണ്. അത് എത്ര കാലം പഴക്കമുള്ള വണ്ടി ആയാലും ഐഡിൽ റേറ്റ് വന്നാൽ സ്ക്വയർ മീറ്റർ 150 അല്ലെങ്കിൽ അതിന്റെ പാർട്ടിന്, അതായത് 18.2 സ്ക്വയർ മീറ്റർ ആണെങ്കിൽ 19 എന്ന് പറഞ്ഞ ഇടയ്ക്ക് ഇൻറ്റു സ്ക്വയർ മീറ്റർ 150 രൂപ. അതാണ് ക്വാർട്ടർലി ടാക്സ്. പുതിയ വണ്ടിയായിട്ട് മാത്രമേ ഫ്ലോർ ഏരിയ എന്നില്ല. അത് സ്റ്റേജ് ഗേരേജ് റേറ്റിലാണ് 29/7/2014 ശേഷവും അതിന് 19/7/2014 ശേഷവും 19/7/2016 മുമ്പും എന്നും പറഞ്ഞു വന്നത്. അല്ലാതെ ഐഡിൽ റേറ്റ് വരുമ്പോൾ ഏതിനും ഒറ്റ റേറ്റാണ്. ഓക്കെ, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇനി നമുക്ക് ആർക്കെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട മനീഷ് പറഞ്ഞ പോലെ പറഞ്ഞ പോലെ ഇതിനകത്തൊന്നും പറയണം സാർ. ഇതിൽ മെജോറിറ്റി ആൾക്കാരും നമ്മള് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിലുണ്ട്. അപ്പൊ ഈ സംശയങ്ങൾ അവര് ടെക്സ്റ്റ് ആക്കി അതിലിടുന്നതായിരിക്കും ഉചിതമെന്നാണ് എന്റെ അഭിപ്രായം. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഫ്ലോ പോകും സാർ. അതെ, ശരി സാർ. എന്തെങ്കിലും സംശയം നിങ്ങൾ ഒരു റെസ്പോൺസും ഇല്ലാത്തോണ്ടിരിക്കുകയാണ്. ഇത്രയും പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. സാർ വളരെ ക്ലിയർ ആയിരുന്നു, വളരെ ക്ലിയർ. ഒരുപാട് പേരുടെ സംശയം തീർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഓഫീസിലൊക്കെ ഒരുമിച്ചിരുന്ന എല്ലാവരും ചോദിക്കണം. ഓക്കെ സാർ, ഓക്കെ സാർ. പിന്നെ അടുത്തത് നമ്മുടെ കുറെ എക്സംഷൻ ഉണ്ട്, ടാക്സ് എക്സംഷൻ. അതിനുമ്പ് റീഫണ്ട് പറയണോ? പുഷ് ബാക്കിന്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. പുഷ് ബാക്ക് ഓർഡിനറി നമുക്ക് ഓർഡർ ചെയ്യാൻ അനുവാദം ഉണ്ടോ ഇല്ലേ? ഉണ്ടെങ്കിൽ എങ്ങനെ, ഇല്ലെങ്കിൽ എങ്ങനെ? നോക്ക്, ഈ 2010 ഈ പുഷ് ബാക്കും വേണം, റീഫണ്ടും വേണം സാർ. റീഫണ്ടും രണ്ടും പറയാം. നോക്ക്, പുഷ് ബാക്ക് സീറ്റ് ആണെങ്കിൽ പുഷ് ബാക്ക് സീറ്റ് നമ്മൾ 2014 ഈ സാധനം കൊണ്ടുവന്നപ്പോൾ ഒറ്റ ഉദ്ദേശം ഉണ്ടായിരുന്നു. അപ്പം പുഷ് ബാക്ക് ആയിട്ട് അന്ന് ക്യാബിനറ്റിന്റെ ഡിസിഷൻ എന്ന് പറയുന്നത് ലക്ഷറി കോൺട്രാക്ട് കാരേജുകൾക്ക് കൂടുതൽ ടാക്സ്, ലക്ഷറി അല്ലാത്ത കോൺട്രാക്ട് കാരേജുകൾക്ക് കുറഞ്ഞ ടാക്സ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ലക്ഷറി ഡിഫൈൻ ചെയ്തിട്ട് നമുക്ക് AC ഉള്ള വണ്ടി, AC ഇല്ലാത്ത വണ്ടി, സ്വാഭാവികമായും ചില വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം അവർ AC ഫിറ്റ് ചെയ്യും. അപ്പൊ അതും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നീടാണ് ഈ പുഷ് ബാക്ക്. അതാണെങ്കിൽ അതിന് ഉയർന്ന ടാക്സ്. അതിന്റെ വിഷയം എന്ന് പറഞ്ഞത് ഒരു പുഷ് ബാക്ക് സീറ്റ് ഉള്ള വാഹനമാണെങ്കിൽ അത് കൂടുതൽ ആൾക്കാർ ബുക്ക് ചെയ്യുക, അപ്പൊ അവർക്ക് കൂടുതൽ ഓട്ടം കിട്ടും, അവൻ കൂടുതൽ റേറ്റ് അടയ്ക്കും. ഓർഡിനറി സീറ്റുള്ള വണ്ടിക്ക് കൂടുതൽ. അതാണ് അന്നത്തെ കൺസെപ്റ്റ്. അപ്പൊ പുഷ് ബാക്ക് സീറ്റ് ഉള്ള ഒരു വണ്ടി അത് ഫിറ്റ് ചെയ്തിട്ട് ഓർഡിനറി സീറ്റ് ആക്കിയാൽ അയാൾക്ക് ഓർഡിനറി ടാക്സ് മതി എന്നായിരുന്നു ഞാൻ അന്ന് പറഞ്ഞത്. പക്ഷെ അന്ന് ഇരുന്ന ഉദ്യോഗസ്ഥർ വേണ്ട, അങ്ങനെ ആണ് ആ ഒരു കൺഫ്യൂഷൻ വന്നത്. ഇപ്പൊ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിലേക്ക് ഉത്തരവ് വന്ന സ്ഥിതിക്ക് വ്യക്തമായിട്ട് പറയുന്നു, ഒരാള് അയാളുടെ പുഷ് ബാക്ക് സീറ്റ് ഓർഡിനറി സീറ്റ് ആക്കാൻ വന്നാൽ ഓർഡിനറി സീറ്റ് ടാക്സ് മതി. നമുക്ക് 40 സീറ്റുള്ള പുഷ് ബാക്ക് മിനിമം 40 സീറ്റുള്ള ഓർഡിനറി സീറ്റാക്കി മാറ്റും മിനിമം. എങ്കിൽ ഓർഡിനറി നിരക്കിൽ മതി. പിന്നെ 40 സീറ്റുള്ള പുഷ് ബാക്ക്
50 സീറ്റുള്ള ഓർഡിനറി ആയിട്ട് വരണമെങ്കിൽ 50 സീറ്റുള്ള ഓർഡിനറി ആയിട്ട് വരണം. 40 സീറ്റുള്ള പുഷ് ബാക്ക് ഒരിക്കലും 38 സീറ്റുള്ള ഓർഡിനറി ആക്കാൻ വന്നാൽ അനുവദിക്കാം, പ്രശ്നമൊന്നുമില്ല. പക്ഷെ 40 സീറ്റുള്ള ഓർഡിനറിക്കുള്ള ടാക്സ്, അതായത് സീറ്റുകളുടെ എണ്ണം കുറച്ചാൽ പഴയ സീറ്റ് എത്ര എണ്ണം ഉണ്ടോ അതിന്റെ നിരക്ക് ടാക്സ്. അല്ലാതെ പുഷ് ബാക്ക് ഓർഡിനറി ആക്കി ഓർഡിനറി സീറ്റ് ആണെങ്കിൽ ഓർഡിനറിയുടെ എണ്ണം കൂടുതലാണെങ്കിലോ ഈക്വൽ ആണെങ്കിലോ ഒരു പ്രശ്നവുമില്ല. നമ്മൾ സുപ്രീം കോടതി വിധിയുണ്ട്. 130/2026 എന്ന് പറഞ്ഞുകൊണ്ട് 2019 മോർത്ത് ഡയറക്ഷൻ തന്നിട്ടുണ്ട്. സീറ്റുകളുടെ എണ്ണം കുറച്ചാൽ സർക്കാരിന് ടാക്സ് നഷ്ടം വരരുത്. ഇത്രയേ ഉള്ളൂ. സീറ്റുകൾ കുറയ്ക്കാൻ പാടുന്നുണ്ട്, സാറിന് നഷ്ടം വരരുത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഒരു സംശയം വരും, സാറേ എങ്കിൽ പുഷ് ബാക്ക് സീറ്റുള്ള ഒരു വാഹനം അതേ എണ്ണം ഓർഡിനറി സീറ്റാക്കിയാൽ സർക്കാർ നഷ്ടം വരയല്ലേ എന്ന്. ടൈപ്പ് ഓഫ് സീറ്റ് മാറ്റിയാൽ ആ ടൈപ്പിനനുസരിച്ച് ടാക്സ്. നമ്പർ ഓഫ് സീറ്റ് കുറച്ചു കഴിഞ്ഞാൽ നേരത്തെ ഉള്ള എണ്ണത്തിൽ ടാക്സ്. ഇത്രയാണ് വ്യത്യാസം. ഇനി സ്ലീപ്പർ ബർത്തായില്ല. പക്ഷേ ഒരു കാര്യം, പുഷ് ബാക്ക് സീറ്റുള്ള ഒരു കോൺട്രാക്ട് കാരേജ് ഓർഡിനറി സീറ്റാക്കി മാറ്റുകയാണെങ്കിൽ തൽക്കാലം നട്ടും ബോൾട്ട് വെച്ചിട്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഏർപ്പാടില്ല. അത് പെർമനന്റ് വെൽഡിംഗ് ആയിരിക്കണം. അതെല്ലാം മാറ്റി സീറ്റുകൾ മാറ്റി പുതിയ ഓർഡിനറി സീറ്റ് വെച്ചിട്ട് അത് ഒരിക്കലും സ്വിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാൻ പറ്റില്ല എന്ന് ഉറപ്പ് വരുത്തിയ പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഈ രേഖത്തിൽ അല്ലെങ്കിൽ വിതയ്ക്കുക. അല്ലാതെ തൽക്കാലത്തേക്ക് വാഹനം ഇൻസ്പെക്ടർ വരുമ്പോൾ മാത്രം ചെറുതായിട്ടൊന്ന് വെൽഡ് ചെയ്ത് വെക്കുക, എന്നിട്ട് അതെന്ത് ചെയ്യുക, ഈ ടാക്സ് ഒക്കെ എഴുതിയതിനു ശേഷം അത് നോക്കണം. 3, ഇത്തരത്തിൽ വാഹനം ആൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ സർക്കിൾ ഓഫീസർക്ക് മൊമ്മ കൊടുക്കണം. സർക്കിൾ ഓഫീസർക്ക് കൊടുക്കേണ്ടത് എങ്ങനെയാണ്, ഈ വാഹനം പുഷ് ബാക്ക് സീറ്റുള്ള വാഹനമായിരുന്നു, അതിന് ടാക്സ് അടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അയാൾ ഇപ്പൊ എന്ത് ചെയ്തു, ഓർഡിനറി സീറ്റ് ആക്കിയെന്നും അതുകൊണ്ട് അതിനാണ് ടാക്സ് എടുക്കുന്നത്. ഈ വാഹനം എപ്പോഴെങ്കിലും സർവീസ് നിരന്തരം വാച്ച് ചെയ്യണമെന്നും പുഷ് ബാക്ക് ആക്കണമെങ്കിൽ അവിടെ ഒരു വിഷയമുണ്ട്. ഈ വാഹനം പിന്നീട് സർവീസ് നടത്തി അത് പുഷ് ബാക്ക് സീറ്റായിട്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ 2 വർഷം കഴിഞ്ഞായിരിക്കാം, ചിലപ്പോൾ 3 വർഷം കഴിഞ്ഞായിരിക്കാം. എപ്പോ കണ്ടുപിടിച്ചാലും ആ ക്വാർട്ടറിന്റെ ബിഗിനിങ് വെച്ച് മതി. അല്ലാതെ ഫ്രം ദ ഡേറ്റ് ഓഫ് ഓൾട്ടറേഷനോ ഫ്രം ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷനോ വേണ്ട. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ വാഹനം പുഷ് ബാക്ക് സൈറ്റായിട്ട് സർവീസ് നടത്തുന്നത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഉദ്യോഗസ്ഥരെ വീട്ടിൽ വിട്ടേക്കുന്നത്. അവരാരും കുറെ കാലം കണ്ടുപിടിച്ചില്ല എന്ന് പറഞ്ഞ അർത്ഥം ആ വാഹനം പുഷ് ബാക്കായിട്ട് ഓടിയിട്ടില്ലെന്ന് നമ്മൾ ചിന്തിക്കണം. പിടിക്കുന്ന ക്വാർട്ടറിന്റെ ബിഗിനിങ് മുതൽ മതി. ഇത് ട്രാൻസ്പോർട്ട് കമ്മീഷൻ ലെറ്റർ തന്നിട്ടുണ്ട്, അത് മതി. ഇതാണ് പുഷ് ബാക്ക് 1. അതുപോലെ ഇപ്പം വാഹനത്തിന്റെ എല്ലാ പെർമിറ്റും എന്താണ്, ഓൺലൈനാണ് അവർ അപ്ലൈ ചെയ്യുന്നത്. പല വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ ഇവിടെ നിന്ന് ഈ വാഹനങ്ങളുടെ തരമൊക്കെ എടുക്കുമ്പോൾ ഒരുപാട് വാഹനങ്ങൾ തെറ്റായ ക്ലാസിഫിക്കേഷൻ ഒത്തിരി എണ്ണം, അതെല്ലാം സാറ് ഇവിടെ ഇരുന്ന് ഗവൺമെന്റ് കൊടുക്കാൻ വേണ്ടി സാധ്യതകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒത്തിരി വാഹനങ്ങൾക്ക് പെർമിറ്റ് എടുത്തിട്ടില്ല. നിങ്ങളുടെ ഓഫീസിലേക്കുന്ന ക്ലാർക്ക്, സൂപ്രണ്ട്, HA, ജോയിന്റ് ആർടിഒ, അതോടൊപ്പം ഫീൽഡ് ഓഫീസർമാർ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം, ഒരു വണ്ടി രജിസ്റ്റർ ചെയ്ത് ഒരു പർട്ടിക്കുലർ ക്ലാസ്സിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ RC ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാലേ ചിലപ്പോൾ അവർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റൂ. ആ വാഹനത്തിന് പെർമിറ്റ് എടുത്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം കൂടെ ആക്കുണ്ടോ ഈ പറയുന്ന എല്ലാ ഉദ്യോഗസ്ഥർക്കും ഉണ്ടാകും. അല്ലാതെ ഇതൊക്കെ മറ്റത് ഓൺലൈനാണ്, വേണമെങ്കിൽ എടുക്കട്ടെ കൈയെഴുതി പോകാൻ പറ്റത്തില്ല. അതിന്റെ റെസ്പോൺസിബിലിറ്റി നമുക്ക് കാണാം. കാരണം വാഹനങ്ങൾ നിരന്തരം വാച്ച് ചെയ്യേണ്ടതും ഇപ്പൊ ക്ലാർക്ക് വന്ന് ഞങ്ങളല്ലല്ലോ റോഡിൽ നിന്ന് വാച്ച് ചെയ്യേണ്ടത്, നമുക്ക് നോക്കാം ഈ വാഹനത്തിന് പെർമിറ്റ് എടുത്തിട്ടുണ്ടോ എന്ന്. പെർമിറ്റ് ഒരാഴ്ച വരെ, ഒരു ദിവസം പോലെ ഒരു ട്രാൻസ്പോർട്ട് വാഹനങ്ങളാണെങ്കിൽ പെർമിറ്റ് എടുക്കാതെ സർവീസ് നടത്താൻ പാടില്ല. ഒരു വണ്ടിക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസത്തിനകത്താണ് പെർമിറ്റ് അപ്ലൈ ചെയ്യേണ്ടത്, ഒരിടത്തും ഒന്നും പറയുന്നില്ല. ട്രാൻസ്പോർട്ട് വാഹനമാണെങ്കിൽ പെർമിറ്റ് വേണമെന്നേ പറഞ്ഞുള്ളൂ. അതിനർത്ഥം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് RC കിട്ടിയാൽ അവൻ അപ്പം എന്ത് ചെയ്യാം, പെർമിറ്റ് എടുക്കണം. അപ്പൊ ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട്. ഇപ്പൊ വാഹനത്തില് ഇപ്പൊ RC പ്രിന്റ് കിട്ടുന്നില്ല, അതുകൊണ്ട് എടുക്കാൻ പറ്റുന്നത്. അതൊക്കെ ഇപ്പൊ ശരിയാക്കിയിട്ടുണ്ടോ? RC ഇല്ലാതെ തന്നെ അവർക്ക് പെർമിറ്റ് എടുക്കാൻ പറ്റും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാഹന ടീമിനെ കോൺടാക്ട് ചെയ്യുക. അപ്പം വളരെ കുറച്ച് ട്രാൻസ്പോർട്ട് വാഹനങ്ങളെ ഉള്ളൂ, ഈവൻ ഓട്ടോറിക്ഷ ആയാലും. അതുകൊണ്ട് ഇടയ്ക്ക് ഒരാഴ്ച, പ്രത്യേകിച്ചും എല്ലാ ബുധനാഴ്ചകളിലും രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളുടെ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ലിസ്റ്റ് എഴുതി വെച്ചിട്ട് അവരുടെ സീറ്റിലുള്ളതാണ് ഈ വാഹനങ്ങൾ ആഴ്ച തോറും എന്ത് ചെയ്യണം, പെർമിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയുക. പ്രശ്നത്തിൽ ഒരു മോട്ടോർ കാർ
ഒരു മോട്ടോർ കാറ് മുമ്പാണെങ്കിൽ മോട്ടോർ കാറായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടാണ് മോട്ടോർ ക്യാബായിട്ട് ഫിറ്റ്നസ് എടുത്തിട്ട് മോട്ടോർ ക്യാബിന് പെർമിറ്റ് ഹലോ. വരുന്നു. അതെല്ലാം മാറ്റിയിട്ട് ഒരു പുതിയ വാഹനം രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇന്നലെ ആ അനിയന്റെ രജിസ്റ്റർ വണ്ടിയുടെ ചെയ്യുന്ന പേര് സമയത്ത് പറ്റിയുള്ള എന്ത് ചെയ്യണം? കൊടുത്തില്ലായിരുന്നോ? അത് ഇന്നലെ തന്നെ അയാൾ അപ്രൂവ് റിക്വസ്റ്റ് ആയിട്ടുണ്ട്. എനിക്ക് വന്നാൽ അതിന്റെ ഒരു എക്സ്ട്രാ വന്നിട്ട് എടുത്ത് ഇപ്പൊ തരണേ. വാഹനം അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരു റിക്വസ്റ്റ് വന്നാൽ മോട്ടോർ ക്യാബ്, അതായത് എടുത്തിട്ട് ഒരു എനിക്ക് വാഹനം അയാൾക്ക് PDF ഇഷ്ടമുള്ള ആയിട്ട് ആണെങ്കിൽ ക്ലാസ്സിൽ എനിക്ക് വാട്സാപ്പ് ഇട്ടാൽ മതി. ആ ക്ലാസ്സിൽ ടാക്സ് അടച്ചാൽ മതി. PDF ഒരു എനിക്ക് പ്രശ്നവുമില്ല. വാട്സാപ്പ് ഇട്ടാൽ മതി. അപ്പോൾ പുറത്തു നിന്ന് വരുന്ന ഒരു വാഹനം, RMA വാഹനം, അത് ഒരു മോട്ടോർ കാറായിട്ടാണ് NOC എടുത്ത് വരുന്നത്. ഇവിടെ മോട്ടോർ ക്യാബായി ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ കുറച്ച് വിഷയങ്ങളുണ്ട്, അതുകൂടി ചേർത്തിട്ട് ഇതിനൊന്നും ഒരു കൃത്യമായ ഡയറക്ഷൻ ട്രാൻസ്പോർട്ട് കമ്മീഷൻ തന്നിട്ടില്ല. എന്തായാലും എനിക്കറിയാവുന്ന ലോജിക്കിലുള്ള ആൻസർ ഞാൻ പറയാം. ഒരാള് അയാളുടെ വാഹനം എങ്ങനെയാണ് ഓട്ടിക്കേണ്ടത് അയാൾക്കാണ് തീരുമാനിച്ചത്. അതുകൊണ്ടൊരു മോട്ടോർ ക്യാബ് ആയ NOC എടുത്ത് വരുന്ന വാഹനം ഒരു ഓഫീസിൽ വന്ന് മോട്ടോർ ക്യാബ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ ആദ്യം ഹിയറിംഗ് ആണ്. ഹിയറിംഗ് സമയത്ത് അയാൾ റിക്വസ്റ്റ് തരണം, എന്റെ വാഹനം മോട്ടോർ ക്യാബ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത് തരണം. അങ്ങനെ വരുമ്പോൾ RTO അതിന്റെ ഓർഡർ ഇടണം, അല്ലെങ്കിൽ ജോയിന്റ് ആയിട്ട് ഓർഡർ ഇടണം. രജിസ്റ്റർ അസൈൻ ദിസ് വെഹിക്കിൾ വിത്ത് ന്യൂ രജിസ്ട്രേഷൻ നമ്പർ ആൻഡ് രജിസ്റ്റർ മോട്ടോർ ക്യാബ് എന്ന് ഓർഡർ ഇട്ട് ആ പേപ്പർ വെച്ച് പോയാൽ മോട്ടോർ ക്യാബിന്റെ അപ്പോൾ ആൾട്രേഷൻ ഫീസ് അടയ്ക്കണം. കാരണം മോട്ടോർ കാർ ആയിരുന്നത് കൊണ്ട് അതിന് ഓൾട്രേഷൻ ഫീസ് അടയ്ക്കണം. അതിന്റെ എന്നിട്ട് ടാക്സ് അടയ്ക്കണം. ടാക്സ് മോട്ടോർ ക്യാബ് ആണെങ്കിൽ മോട്ടോർ ക്യാബിന്റെ റേറ്റിലാണ്, ഓൺലൈൻ ടാക്സ് ആണെങ്കിൽ അതിനനുസരിച്ച്, അല്ലെങ്കിൽ ഇയർലി ടാക്സ് ആണെങ്കിൽ അത് റേറ്റ് അനുസരിച്ച് ഞാനിപ്പോൾ റേറ്റ് എന്ന് പറയുന്നു. അടച്ചതിന് ശേഷം ഈ വാഹനം രജിസ്റ്റർ ചെയ്ത് ക്യാബായിട്ട് പോയി നമുക്ക് BMW, ബെൻസ് പോലത്തെ വാഹനങ്ങളാണ്. ആ വാഹനം 2011 12 രജിസ്റ്റർ ചെയ്തായിരിക്കാം. അതിനൊക്കെ ലക്ഷങ്ങളുടെ ടാക്സ് ഉണ്ടാവും. ആ ലക്ഷങ്ങളുടെ ടാക്സ് വെട്ടിക്കാനാണ് അവൻ മോട്ടോർ ക്യാബായിട്ട് രജിസ്റ്റർ ചെയ്യുന്നത്. കാരണം അതിന് 1400 രൂപ അടച്ചാൽ മതി മോട്ടോർ ക്യാബിന് ഒരു വർഷത്തിൽ. മറ്റേയാണെങ്കിലും 5, 4, 3 ലക്ഷം അടയ്ക്കേണ്ടി വരും. കാരണം 80 വണ്ടിയാണ്, ഞാൻ എൻ്റെ ഉദാഹരണം പറയാം. അങ്ങനെ വന്നാൽ ഈ വാഹനത്തിന് എന്ത് വേണം? ക്യാബായിട്ട് രജിസ്റ്റർ ചെയ്യാം. ക്യാബിന്റെ ടാക്സ് ചിലപ്പോൾ 1400 മതി. പക്ഷേ 2 കാര്യങ്ങൾ ഇവിടെ നിന്ന് ശ്രദ്ധിക്കുക. സെക്ഷൻ ക്ലാർക്ക് ആയാലും സർക്കിൾ ഓഫീസർ ആയാലും. ഒന്ന്, ഈ വാഹനത്തിന് അവൻ പെർമിറ്റ് എടുക്കുന്ന ഉറപ്പുവരുത്തണം. 2, സർക്കിൾ ഓഫീസർക്ക് മുമ്പ് കൊടുക്കണം, ഈ വാഹനം മോട്ടോർ ക്യാബായിട്ട് രജിസ്റ്റർ ചെയ്തതാണ്, ഇത് ഇത്ര രൂപയുടെ വണ്ടിയാണ്, ഇതിന്റെ സർവീസ് നിരന്തരം വാച്ച് ചെയ്യണം. ഇതിനാദ്യത്തതില് ഒരാഴ്ചക്ക് അല്ലെങ്കിൽ ഒരു മാസം വരെ മാക്സിമം നമ്മൾ നോക്കുന്നു. നമ്പർ ടൈം ലിമിറ്റ് പറഞ്ഞിട്ടില്ല. ഒരു 2-3 ആഴ്ചക്കകത്ത് അവൻ മോട്ടോർ ക്യാബായിട്ട് പെർമിറ്റ് എടുത്തില്ലെങ്കിൽ അതിനർത്ഥം അവൻ മോട്ടോർ കാറായിട്ട് ഓടിക്കുന്നതാണ്, പെർമിറ്റ് ഇല്ലാത്ത. ആ വാഹനത്തെ തിരിച്ചു വിളിച്ച് ഓൺലൈൻ ടാക്സ് ഡിമാൻഡ് ചെയ്യും. അത് ചെയ്യാത്തോണ്ടാണ് ഇത്തരം വിഷയങ്ങൾ ഇപ്പോഴത്തെ ഇൻസ്പെക്ഷനും ഓഡ് ജോബ് ലിസ്റ്റൊക്കെ വരുന്നത്. ആ വാഹനം പെർമിറ്റ് എടുത്തെന്ന് ഉറപ്പുവരുത്തണം. പെർമിറ്റ് എടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യണം? തിരിച്ച് വിളിച്ച്. പിന്നെ ഇതില്ല, ഞാൻ അയ്യോ സാറേ ഞാനിപ്പോൾ മോട്ടോർ ക്യാബ്, അത് നീ പിന്നെ അടച്ചു. ഇപ്പൊ നീ ഇത്രയും കാലം സർവീസ് നടത്തിയോണ്ട് ലൈഫ് ടൈം ടാക്സിന്റെ പ്രൊപ്പോർഷനായിട്ട് ഓൺലൈൻ ടാക്സും ബാക്കി പീരീഡിലേക്ക് അടയ്ക്കുക. അടച്ചപ്പോഴാണ് ആഴത്താവും വരെയാണ് സാറേ ഞാൻ മോട്ടോർ ക്യാബിന് പെർമിറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ്. കൊടുത്തോ, 1 വർഷത്തെ ടാക്സ് വെച്ചിട്ട് ബാക്കി റീഫണ്ട് ചെയ്യും. 1 വർഷം മോട്ടോർ കാർ റേറ്റിൽ എടുത്തിട്ട് ബാക്കി റീഫണ്ട് ചെയ്യും. ഇതിനെതിരെ നമുക്ക് കോടതി പോട്ടെ, ഒരു പ്രശ്നമില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. അത് ചെയ്യാത്തോടത്തോളമാണ് അവന്റെ പെർമിറ്റ് ഇല്ലാത്ത വാഹനങ്ങൾ അവൻ എന്തിനാ ടാക്സ് വെട്ടിക്കാൻ വേണ്ടി എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? റോഡിൽ മോട്ടോർ കാറായിട്ട് വെള്ള ബോർഡും വെച്ച് ഓടുകയാണ്. പിന്നെ AMBയുടെ ജോലി എന്താണ്? ഇത്തരം വാഹനങ്ങൾ പെർമിറ്റ് ഉണ്ടോ നോക്കിയാൽ ഒരു വെള്ള ബോർഡ് വെച്ച് വണ്ടി പോകുന്നു. പ്രത്യേകിച്ചും വില കൂടിയ വണ്ടിയാണ്, പഴയ വണ്ടിയാണ്, പുതിയ നമ്പരാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പഴയ വണ്ടി, പുതിയ നമ്പർ. ജസ്റ്റ് ഒന്ന് കൈ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ അടിച്ചു നോക്കുമ്പോൾ അറിയാം ഇത് മോട്ടോർ ക്യാബാണ്. വെള്ള ബോർഡ് വെച്ച് പോകുന്ന ഉടൻ അവൻ്റെ ഇത് ലൈഫ് ടൈം. പിന്നെ വേറെ ഒന്നുമില്ല. കാരണം അല്ല, പിന്നെ ഒരു കാരണവശാലും അത് മോട്ടോർ ക്യാബ്. കാരണം വണ്ടി വ്യാജമായിട്ട് മോട്ടോർ കാറായിട്ട് ഓടി പിടിച്ചതാണ്, അതുകൊണ്ട് ഓൺലൈൻ ടാക്സ് വാങ്ങുന്നത്, അത് റീഫണ്ട് ചെയ്യേണ്ട ആവശ്യം. വണ്ടി പിടിച്ചാൽ ഇതാണ് മോട്ടോർ ക്യാബ്. ഇത് ഒരിടത്തും തരാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. ഇനി അതിന് മറ്റൊരു വിഷയം കൂടെയുണ്ട്. മറ്റൊരു വാഹനം പൊന്നാനി ഓഫീസിൽ വന്നിട്ടുണ്ട്, റേഷൻ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും ഞാൻ ആ ഗ്രൂപ്പിലൊക്കെ ഇട്ടിരുന്നു. അതായത് ഒരു വണ്ടി 14.25 വർഷമായപ്പോൾ 2008 29/9/2008 അന്ന് രജിസ്റ്റർ ചെയ്തു. 9/9/2008 രജിസ്റ്റർ ചെയ്തു. 23/8/2023 NOC. അതായത് 15 വർഷം പൂർത്തിയാകുന്നതിനും 20 ദിവസത്തിന് മുമ്പ് NOC.
NOC എടുത്ത് ഇവിടെ വന്നു, പൊന്നാനി ഓഫീസിലാണ്. അപ്പൊ സ്വാഭാവികമായും അവർ പറഞ്ഞു വാഹനം 14 വർഷം NOC എടുക്കുന്ന സമയത്ത് 14 വർഷം പൂർത്തിയാവുകയും 15 വർഷം ആയിട്ടില്ല. 14 വർഷം കഴിഞ്ഞു, പക്ഷെ 15 വർഷമായി. നമ്മുടെ ടാക്സ് ഷെഡ്യൂൾ ഉണ്ടല്ലോ, 14 വർഷം ആവുകയും 15 വർഷം ആകാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ലൈഫ് ടൈം ടാക്സിന്റെ 7%, അല്ലേ? അപ്പൊ ഈ വാഹനം ഏകദേശം 80 ലക്ഷം രൂപയാണ്, 22% ടാക്സ്. അപ്പോൾ ഏകദേശം 80 ലക്ഷം രൂപയുടെ 22% എന്ന് പറയുമ്പോൾ ഒരു 16-17 ലക്ഷം രൂപയായി. അത് 15 വർഷത്തെ ടാക്സ് ആണ്. അതിന്റെ 7% എന്ന് പറയുമ്പോൾ ഏകദേശം 1.5 ലക്ഷം രൂപയോളം ആവുന്നുണ്ട്. അയാൾ പറഞ്ഞു 1.5 ലക്ഷം രൂപ അടയ്ക്കാം. അപ്പം ജസ്റ്റ് അടയ്ക്കാൻ പറഞ്ഞപ്പോൾ അയാൾ ഒരു പരാതിയൊക്കെ വന്നു. ഇവിടുന്ന് ആദ്യം ടാക്സ് തെറ്റായിട്ട് പോയെങ്കിലും രണ്ടാമത് കൊടുത്തു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആ വണ്ടിക്ക് 7% അടയ്ക്കണം. ടാക്സേഷൻ ആക്ടിൽ 14 വർഷം പൂർത്തിയായും 15 വർഷം ആയില്ലെങ്കിൽ 7% അടയ്ക്കണം. എന്നാൽ SRO 878/75 എന്ന് പറയുന്ന SRO, അതായത് സർക്കാർ വാഹനങ്ങൾക്ക് ആംബുലൻസൊക്കെ ലൈസൻസ് കൊടുക്കുന്ന ജിയോ ഉണ്ടല്ലോ, ആ ജിയോയിലാണ് പലപ്പോഴും നമ്മൾ അമെന്റ്മെന്റ് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ജിയോയിൽ വ്യക്തത എഴുതിയിട്ടുണ്ട്, ഒരു വാഹനം നോൺ ട്രാൻസ്പോർട്ട് വാഹനം മറ്റുള്ള സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യുകയും എന്നിട്ട് മറ്റുള്ള സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യുകയും ആ സ്ഥലത്തിന് NOC എടുത്ത് വന്നാൽ അവിടെ ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ NOC എടുക്കുന്ന ക്വാർട്ടർ, ആ ക്വാർട്ടറിലെ ടാക്സ് വേറെ സ്റ്റേറ്റിൽ രജിസ്റ്റർ NOC എടുത്ത് വന്ന വാഹനം എപ്പോഴാണ്. അതുകൊണ്ട് സ്മാർട്ട് മൂവ് എപ്പോഴും ആ വാഹനങ്ങൾക്ക് ടാക്സ് വരുന്നത് അടുത്ത ക്വാർട്ടർ മുതലാണ്. സ്മാർട്ട് മൂവില് ആയിരുന്നപ്പോൾ ടാക്സ് ഡ്യൂസ്, അതായത് 23/8/2023 NOC എടുത്ത വാഹനം 23/8/2023 വന്നാൽ 1/10 തൊട്ടേ എന്ത് ചെയ്യൂ, ടാക്സ് ഡ്യൂ. മറ്റേ ഓഫീസിൽ ടാക്സ് അടച്ചിട്ടുണ്ടാവും, എന്തായാലും ടാക്സ് അടയ്ക്കാത്ത വാഹനത്തിന് NOC കൊടുക്കത്തില്ലല്ലോ. അപ്പൊ 1/10 തൊട്ട് ടാക്സ്. പക്ഷെ വാഹനിൽ ഡേറ്റ് ഓഫ് NOC മുതലാണ് ടാക്സ്. അപ്പൊ ഇവിടെ ഡേറ്റ് ഓഫ് NOC എത്രയാണ്? 23/8/2020. ഒരു സെക്കൻഡേ. ചാർജ് ചെയ്യുന്നതാണ്. അപ്പം ഇവിടെ 23/8/2023 തൊട്ട് എന്ന് വരെയാണ് ടാക്സ് വേണ്ടത്? മുപ്പത് 9 അല്ലേ സാർ? 23/8/2023 മുതൽ 30/9 വരെ എക്സംപ്റ്റഡ് പീരീഡ് ആവും. പിന്നെ 5 വർഷത്തേക്ക് മോട്ടോർ കാറാണ്. അജിത് സാറിന്റെ എനിക്ക് ഇങ്ങനെ കട്ടായി പോയി തോന്നി. ഇന്റർനെറ്റ് കണക്ഷന്റെ ഇഷ്യൂ ആണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഡൗട്ട് ഉള്ളവർക്ക് ഇൻകോൾ മെസ്സേജ് വഴി ഡൗട്ടുകൾ ടൈപ്പ് ചെയ്തിടാം. അതിനകത്ത് മെസ്സേജ് ടൈപ്പ് ചെയ്യാൻ പറ്റും.
സാറിന്റെ നെറ്റ് കട്ടായി പോയി. സാറിന്റെ നെറ്റ് കട്ടായി പോയി. അപൂർവ പ്രതിഭാസമാണ്. 5 മാസം കഴിയുമ്പോൾ ടാക്സേഷൻ പക്ഷെ ഈ രണ്ടു തെറ്റുകളുണ്ട്. ഈ ബസ്സിലൊക്കെ ആർക്കെങ്കിലും ബസ്സിന്റെ മറ്റേ ഫോൺ അതൊക്കെ സർക്കാർ തീരുമാനമാണ്. അതൊക്കെ നമുക്ക് നീന്താനേ പാടുള്ളൂ. നീന്തി കഴിഞ്ഞാൽ നമ്മൾ കടന്നു ഇതിൽ പഠിക്കാനേ പാടും. മൂന്ന് വർഷമായിട്ട് ഇവിടെ പഠിച്ചിട്ടില്ല. ഒരു പൈസ അടയ്ക്കാൻ പറഞ്ഞു. സാറേ ഈ വണ്ടി വേണ്ട, ആരെങ്കിലും സാറ് കൊടുത്ത പൈസ അടച്ചോളൂ. 6000 രൂപ ഉണ്ടായിരുന്നു. 5250 രൂപ. അവൻ തിരുവനന്തപുരക്കാരന് കേട്ടോ. തിരുവനന്തപുരത്തിന്റെ സയൻസ് സ്കൂളിൽ കൊണ്ടുവന്ന് ഒപ്പിട്ട് കൊടുക്കാൻ പറ്റും. അന്ന് ഒപ്പിട്ട് കൊടുക്കും. സയൻസ് സ്കൂളിൽ വിളിച്ചു ഇവിടെ ആരെങ്കിലും ഒപ്പിടിപ്പിച്ച് തിരുവനന്തപുരത്ത് സയൻസ് സ്കൂളിൽ ഇൻഷുറൻസ് എടുത്ത് ഇങ്ങോട്ട് വന്ന് ബൈക്കിന്റെ പേരോട്ട് വണ്ടി മേടിച്ചു. വണ്ടി ബൈക്കിനല്ല, വേറെ ആൾക്കാരെടുത്ത് ബൈക്കിന്റെ പേരോട്ട് വണ്ടി മാറ്റിയതേ ഉള്ളൂ. എനിക്ക് ഒന്ന് ജീവ് സാർ തന്നെ ആയിരിക്കും വിളിച്ചത്. ഞാൻ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നേരം കൂടി എനിക്ക് കിട്ടിയില്ല. വണ്ടിയുടെ മോഡലുണ്ട്. വണ്ടി 2018 ഉണ്ട്, പക്ഷെ തുരുമ്പായി പോയി. അപ്പൊ അവന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവന് ആൾക്കാർ വിറ്റ വണ്ടിയാണ് ഈ വണ്ടിയുടെ ഉടമ. എന്തോ സാറേ പിടിച്ച് വണ്ടി പിടിച്ച ലൈസൻസ് ഇല്ലാത്തവര് 2 പ്രാവശ്യം പിടിച്ചു. അത് ഇത് നിർത്താതെ പോയെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉത്തരവാദം പറയുന്നു. ഞാൻ അറിയുന്നില്ല, ഞാൻ ഈ അവധി ദിവസം വീട്ടിൽ നിന്ന് ആൾക്കാരെ വിളിച്ചപ്പോഴാണ് ഇവ പറയുന്നത്, സാറേ എനിക്ക് വണ്ടി വേണ്ട. എനിക്ക് ചെക്ക് റിപ്പോർട്ട് അടയ്ക്കാൻ പറ്റുന്നില്ല സാറേ എന്ന് പറഞ്ഞു. പിന്നീട് വണ്ടി ഇവിടെ കിടക്കുന്നു. ഈ വണ്ടി എവിടെ കിടക്കുന്നു? വണ്ടി ഉണ്ടായിരുന്നു. നെറ്റ് പോയതാണ്. ഓക്കെ സാർ, കുഴപ്പമില്ല. അപ്പോ അത് അപ്പോഴേക്കും 23/8/2023 തൊട്ട് 30/6/2023 വരെ ബാക്കിലോട്ട്. കാരണം തൊട്ട് മുമ്പുള്ള ക്വാർട്ടർ ലിമിറ്റിയോട് നമുക്ക് രാഷ്ട്രം ഉണ്ട്. 1998 ടാക്സ് എടുത്തു. അങ്ങനെ ഒരു ടാക്സ് എടുത്തിട്ട് 1,50,000 രൂപ അയാളുടെ എടുത്ത് അയാൾ എന്ത് ചെയ്യുന്നു? ടാക്സ് ഡ്യൂ ഫ്രം 23/8/2023 ടു 30/6/20 എന്ന് പറയാൻ പറ്റും? അതുമില്ല. എന്തായാലും അതൊരു വിഷയമല്ല. കാരണം അറിയാമോ, ആ മോട്ടോർ വാഹന ടാക്സേഴ്സ് ആക്ടിലെ സെക്ഷൻ 22 അനുസരിച്ച് സർക്കാർ ഇറക്കിയ 878/75 സീരിയൽ നമ്പർ 22 പറയുന്നുണ്ട്, ഒരു സ്റ്റേറ്റിൽ നിന്ന് വരുന്ന വാഹനം, NOC എടുത്ത് വരുന്ന വാഹനം, NDV, ആ സ്റ്റേറ്റിൽ ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ NOC എടുക്കുന്ന കോർട്ടിൽ ടാക്സ് എക്സംപ്റ്റ് ചെയ്തു. അപ്പൊ സർക്കാരിന് ടാക്സ് നിശ്ചയിക്കാതെ ടാക്സ് ആക്ട് ഉണ്ട്. അതനുസരിച്ച് 7% ടാക്സ് എടുക്കണം. പക്ഷേ ആ ക്വാർട്ടറിൽ ടാക്സ് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ 30/9/2023 ഈ വാഹനത്തിന് നികുതി വേണ്ട. കാരണം 23/8/2023 വാഹനം എന്ത് ചെയ്തിരിക്കുന്നത്? ടാക്സ് അടച്ചിരിക്കുന്നത്, സോറി NOC എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 30 ആ ക്വാർട്ടറിൽ നികുതി വേണ്ട. 30/9 വരെ നികുതി വേണ്ട. 30/9 നികുതി വേണമെന്ന് വെച്ചാൽ പിന്നെ ടാക്സ് ഡ്യൂ ഫ്രം 1/10 ആണ്. 1/10 വാഹനം 15 വർഷം കഴിഞ്ഞു. അതുകൊണ്ട് ആ വാഹനത്തിന് വെറും പഴയ റേറ്റ് നിരക്ക് മതി. 5 വർഷത്തേക്ക് 8,500 6,400 11,200 അങ്ങനെയുള്ള നികുതി മതി. അയാൾക്ക് ഒറ്റയടിക്ക് 1,00,000 രൂപ ലാഭം. അപ്പോൾ സർക്കാർ നഷ്ടം വരുന്നതല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? സർക്കാരിന്റെ നഷ്ടവും ജനങ്ങളെ പിഴിഞ്ഞിട്ടല്ല ലാഭം ഉണ്ടാക്കേണ്ടത്. സർക്കാർ കൊടുത്തിരിക്കുന്ന എക്സംഷൻ ചുരുക്കി പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ, ഒരു വാഹനത്തിന്റെ 15 വർഷം പൂർത്തിയാകുന്ന
പീരീഡും NOC എടുക്കുന്ന പീരീഡും ഒരേ ക്വാർട്ടറിലാണ്. ഒരു വാഹനം 15 വർഷം പൂർത്തിയാവുന്ന പീരീഡും NOC എടുക്കുന്ന പീരീഡും ഒരേ ക്വാർട്ടറിലാണെങ്കിൽ ആ വാഹനത്തിന് നേരത്തെ പറഞ്ഞ 7% വേണ്ട. തൊട്ട് മുമ്പുള്ള ക്വാർട്ടറാണെങ്കിൽ വേണം. 14 വർഷം പൂർത്തിയാകുകയും 15 വർഷം പൂർത്തിയാകുകയും ചെയ്യുമ്പോൾ 7% വേണം. പക്ഷെ രണ്ടും ഒരേ പീരീഡാണെങ്കിൽ സർക്കാർ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. വീണ്ടും സാറേ ഇന്ന് ആദ്യം പറഞ്ഞ കേസ് ഒന്ന് സാറിനോട് ചോദിച്ചാൽ സാറേ വീണ്ടും സ്റ്റാർട്ടായി. വീണ്ടും നെറ്റ് പോയി. സസ്പെൻഷൻ ഓ ചെയ്തു വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും റിപ്പോർട്ടിന്റെ വരും. പിന്നെ അതിന്റെ പുറകെ പോകും. കഴിഞ്ഞ 2-3 ദിവസം കൊണ്ട് എത്ര റിപ്പോർട്ട് അയച്ചത്? പത്തനംതിട്ടയ്ക്ക് തന്നെ 5 റിപ്പോർട്ട് അയച്ചത്. പത്തനംതിട്ടയ്ക്ക് തന്നെ 5 റിപ്പോർട്ട്. പിന്നെ ചൈൽഡ് വെൽഫെയറിൻ്റെത്, പഞ്ചായത്തുകൾക്ക് അയക്കാനുള്ളതല്ല കൊടുത്തിട്ട് എല്ലാം പ്രിന്റ് എടുത്ത് കൊടുത്തു വിട്ടു. ഇന്നലെ നാളെ കൊടുത്തു, ഇന്ന് ബാക്കി നാളെ കൊടുക്കാൻ പോയേക്കോ. അങ്ങനെ TC ഓഫീസിൽ പോയി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അങ്ങനെ TC ഓഫീസിൽ ചെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ദേഷ്യം വരുന്നില്ല. ഇപ്പൊ ഒരു വട്ടക്കറക്കാണെങ്കിൽ നമ്മളിത് പറഞ്ഞാലും അവരങ്ങനെ തന്നെ ഇരിക്കത്തേ ഉള്ളൂ.
അത് പറയാൻ പവർ ഉള്ളവരെ കൊണ്ട് പറയിച്ചാലേ അവര് ചെയ്യും. പറയാൻ പവർ ഉള്ളവരെ കൊണ്ട് പറയിപ്പിച്ചാലേ ചെയ്യത്തുള്ളൂ. സാറേ TC ഓഫീസിലെ കണക്ടിവിറ്റി ഇഷ്യൂ ആണ് കാരണം. അപ്പൊ ഇതിൽ നിന്ന് നമ്മളൊക്കെ വലിയ ഭാഗ്യവാന്മാരാണെന്ന് വിശ്വസിക്കുന്നു. 55ഓളം പേർക്ക് കണക്ടിവിറ്റി ഇഷ്യൂ ഒന്നും ഉണ്ടായില്ല. നമുക്ക് കുറച്ച് അല്പം കൂടെ വെയിറ്റ് ചെയ്യാം. സാറുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. TC ഓഫീസിൽ നെറ്റില്ല.